السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب زدنا علما نافعا. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا. آمين يا رب. حياكم الله جميعا. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് സൂറ മുഹമ്മദിലെ 5 ആയത്തുകൾ അൽഹംദുലില്ലാ നമ്മൾ തഫ്സീറും തർജുമയും ഉൾപ്പെടെ മനസ്സിലാക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ സാഹചര്യം അനുകൂലമായിരുന്നില്ല, ക്ലാസ് മിസ്സാക്കണ്ടെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ കഴിഞ്ഞില്ല. അതുകൊണ്ട് നമ്മളെ ക്ലാസ് ഒന്ന് ലീവാക്കേണ്ടി വന്നു. ബാറക്കല്ലാഹു ഫീക്കും. എല്ലാവരും അതിൽ സഹകരിച്ചു. അൽഹംദുലില്ലാ, ഞങ്ങൾ ആ ഒരു ടൈം പാഠം റിവിഷൻ ചെയ്യാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ബാറക്കല്ലാഹു ഫീക്കും. എന്താണ് എല്ലാവരെയും ഹാല്? റാഹത്തല്ലേ? മൊത്തത്തിൽ നമ്മളൊരു കാലാവസ്ഥയും മഴയും ഒക്കെയാണല്ലോ അല്ലേ? എല്ലാവരും സേഫ് അല്ലേ? നമ്മളെ തെക്കോട്ടൊക്കെ മൊത്തത്തിൽ എന്താണ് വടക്കൊക്കെ നല്ല വെള്ളം കയറുന്ന അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു വിശ്വാസി എന്നുള്ള രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? ഒരിക്കലും കാലത്തെ പഴിക്കാൻ വേണ്ടി പാടില്ല അല്ലേ? നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇമാം ഷാഫി റഹ്മഹുള്ളയുടെ പ്രശസ്തമായ ഒരു കവിത ഉണ്ടല്ലേ, കാലത്തെ കുറ്റപ്പെടുത്തുന്നു, യഥാർത്ഥത്തിൽ കുറ്റം ആരെടുത്താണ്? നമ്മളെടുത്താണ് ഉള്ളത്. അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, അള്ളാഹു ഈ മഴയിൽ നിന്നുള്ള ഉപകാരം എനിക്കുണ്ടാകണേ അല്ലെ, അതിൽ നിന്നുള്ള എല്ലാ ഷർറുകളും മാറ്റണേ എന്നുള്ള നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഒരിക്കലും നമ്മൾ കാലത്തെ പഴിക്കാതിരിക്കുക കേട്ടോ. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ സേഫ് ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ പാഠമൊക്കെ എല്ലാവരും റിവിഷൻ ചെയ്തില്ലേ? ഓക്കെ, ബാറക്കല്ലാഹ്. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ റിവിഷൻ ചെയ്ത് അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ ആയത്തുകൾ ഏറ്റവും നല്ല രൂപത്തിൽ തദബ്ബുർ ചെയ്യുകയും അത് ഫഹ്മ് ചെയ്യുകയും ജീവിതത്തിൽ അമലാക്കാൻ പരിശ്രമിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അള്ളാഹു നമുക്ക് അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് മുഖദ്ദിമകളില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഇതിന്റെ തർജുമ നമ്മളൊന്ന് എടുത്തിരുന്നു, അതൊന്ന് പഠിച്ചിട്ട് വരാൻ പറഞ്ഞിരുന്നു. എല്ലാരും പഠിച്ചിനോ? ആരെയും റിപ്ലൈ ഇല്ലല്ലോ. ഇൻഷാ അല്ലാഹ് എല്ലാരും ആക്റ്റീവായിരിക്കുക കേട്ടോ. വേറെ പണിയിലൊന്നും ഇല്ലല്ലോ. ഇൻഷാ അല്ലാഹ് എല്ലാരും മറ്റ് കിച്ചണിൽ നിന്ന് കയറിയവരും എല്ലാവരും എല്ലായിടത്തുനിന്നും മാറി ഇൻഷാ അല്ലാഹ് ഈ ഒരു 1 hour ബിഇദ്നില്ലാ ഞാൻ എന്ത് ചെയ്യും, ഖുർആന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി പഠിക്കാൻ അല്ലെ, അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ പഠിച്ചാണ്. ഇൻഷാ അല്ലാഹ് മറ്റെല്ലാത്തിൽ നിന്നും മാറി ഇന്ന് നമ്മളെ ക്ലാസ്സിൽ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ കഴിയുന്ന രൂപത്തിൽ നമ്മളത് നോട്ട് ചെയ്യുക. കഴിഞ്ഞിട്ട് നമുക്ക് റെക്കോർഡ് കിട്ടും. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളത് എഴുതിയെടുക്കട്ടെ. ആരും മിസ്സായി അലംഭാവമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യല്ലേ. ഓക്കെ, ബറക്കല്ലാഹു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗ പരിശ്രമങ്ങൾക്ക് തയ്യാറാവുകയും ആ മാർഗത്തിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്ന വിശ്വാസികൾക്ക് എല്ലാ നന്മകളിലേക്കും റബ്ബ് തൗഫീഖ് നൽകുമെന്നും അതുപോലെ അള്ളാഹു അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്നും ആ സ്വർഗലോകം നേരത്തെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമായിരുന്നു നമ്മൾ പഠിച്ചത്. ഇതിൽ 6ാമത്തെ ആയത്തിലാണ് ഈ അവസാനത്തെ ആശയം വരുന്നത്. അതിന്റെ തഫ്സീർ നമ്മൾ പഠിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ അതിലേക്കാണ് കടക്കുന്നത്. ജസ്റ്റ് ആയതൊന്ന് ഓതിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വയുദ്ഖിലുഹുമുൽ ജന്നത അറഫഹാ ലഹും ويدخلهم الجنة
ജന്നത അറഫഹാ ലഹും വയുദ്ഖിലുഹും, അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അല്ലെ, അദ്ഖല യുദ്ഖിലു ഇദ്ഖാല്, എവിടെ? അൽ ജന്ന, സ്വർഗത്തിൽ. അറഫഹാ, അതിനെ അവൻ പരിചയപ്പെടുത്തിയിരിക്കുന്നു, അതിനെ അവൻ നേരത്തെ പരിചയപ്പെടുത്തിയിരിക്കുന്നു ആ സ്വർഗത്തെ പറ്റി. എന്താണ് നമുക്ക് തഫ്സീറിൽ പറയാം കേട്ടോ. അറഫ യുഅരിഫു തഅരീഫൻ ലഹും, അവർക്ക്, അതായത് ആ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച സത്യവിശ്വാസികൾക്ക് ആ സ്വർഗത്തെ പറ്റിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിരിക്കുന്നു? നേരത്തെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കതിന്റെ ചെറിയൊരു വിശദീകരണം നമുക്ക് നോക്കാം. അതായത് ഖുർആനിലൂടെയും ഹദീസിലൂടെയും എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ പറ്റിയിട്ടും നരകത്തെ പറ്റിയിട്ടും, സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിലെ ഓരോന്നും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാതിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഫേർണിച്ചേഴ്സ് എങ്ങനെയാണ്, അവിടെ ഓരോന്നും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് നമുക്ക് ഹദീസുകളിൽ കൂടി വിവരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയ ഒരു വിശ്വാസി സ്വർഗലോകത്തേക്ക് എത്തിയാൽ അവൻ എന്ത് ചെയ്യും? അത് വേഗം മനസ്സിലാക്കും എന്നാണ്. അതായത് ഒന്നും നമുക്കറിയാം, നമ്മളൊരു അത്ഭുതകരമായിട്ടൊരു ലോകത്തെത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കണ്ണുകൊണ്ട് ചിന്തിച്ചിട്ട് പോലും ഇല്ല അങ്ങനത്തെ ഒരു ലോകത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ അന്താളിച്ച് നിൽക്കുമല്ലേ, അവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ടിട്ട് നമ്മളെ കണ്ണിങ്ങനെ കുറച്ചു നേരം ഒരു എന്താ പറയാ, ഒരു അമ്പരപ്പോട് കൂടി ആ ഒരു സുഖ സൗകര്യങ്ങൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയണത്, സ്വർഗത്തിൽ എത്തിയ ഒരു വിശ്വാസിക്ക് അങ്ങനത്തെ ഒരു അത്ഭുതം ഉണ്ടാവില്ല. ഒന്നും കാണാത്ത, അല്ലെങ്കിൽ ഒന്നും കേൾക്കാത്ത ലോകത്തെത്തുന്നതിനേക്കാൾ അവന്റെ പ്രതിനിധി എന്താണ്? അവർക്ക് നേരത്തെ ഇതിനെ പറ്റിയിട്ട് അറിയുന്ന ഒരു അനുഭൂതിയാണ്. അല്ലെ, ഇതൊക്കെ ഞാൻ അള്ളാന്റെ റസൂലിന്റെ ഹദീസുകളിൽ കൂടിയും ഖുർആനിൽ കൂടിയൊക്കെ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അത് ഞാൻ ഇപ്പൊ നേരിട്ട് കാണുന്നു എന്നുള്ള ഒരു അനുഭൂതിയാണ്. ഇത് ഖുർആനിൽ വന്നതാണല്ലോ, ഹദീസിൽ വന്നതാണല്ലോ എന്ന് എന്നുള്ള ആ ഒരു നേരത്തെ അത് അറിയാവുന്ന പോലെ, അത് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, പക്ഷെ അതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവൻ അറിയാം. ഈ ഒരു പ്രതിനിധിയോട് കൂടിയാണ് ഒരു സത്യവിശ്വാസി സ്വർഗലോകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്നാണ്. അപ്പോ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ വിശ്വാസികൾക്ക് കിട്ടുന്ന എന്തുകൊണ്ടാണ്? അത് നമ്മൾ പറഞ്ഞല്ലേ, അള്ളാഹുവിൽ നിന്നുള്ള ഹക്കിനെ അവർ പിൻപറ്റി, അത് പിൻപറ്റാൻ വേണ്ടി എന്ത് ചെയ്തു? ത്യാഗ പരിശ്രമങ്ങൾക്ക് തയ്യാറായപ്പോ അള്ളാഹു എന്ത് ചെയ്തു? ഈമാനിലേക്കും ഇഖ്ലാസിലേക്കുമുള്ള തൗഫീഖ് അവന് നൽകി. അത് കാരണമായിട്ട് ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിലേക്ക് അവനെ പ്രവേശിപ്പിച്ചു. അതാണല്ലോ നമ്മൾ മുന്നത്തെ ആയത്തുകളിൽ ഇങ്ങനെ പറഞ്ഞു വന്നത്. അപ്പോ ഇബ്നു ജരീർ അത്തൊബരി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ തഫ്സീർ തൊബരിയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം പറയുന്നുണ്ട്, ഒരു വ്യക്തി സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അയാള് നിശ്ചയിച്ച വീട്ടിൽ അയാൾ എത്തും. അപ്പോ അയാളുടെ വീട് ദുനിയാവിൽ എന്താണ് കൃത്യമായി ഒരാളുടെ വീട് ദുനിയാവിൽ അറിയാൻ വേണ്ടി കഴിയും അല്ലെ. ഏത് കൂരിരുട്ടുള്ള രാത്രിയിൽ അവൻ പുറപ്പെട്ടാലും അവന്റെ വീട് എന്ത് ചെയ്യാൻ പറ്റും? അവന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി കഴിയും. അപ്പൊ ഇതുപോലെ ഒരു സത്യവിശ്വാസിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? അവന് സ്വർഗത്തിലെ വീട് അവന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി കഴിയുമെന്ന് ഇമാം ജരീർ അത്തൊബരി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ സ്വന്തമായ ആശയമല്ല, സ്വഹീഹുൽ ബുഖാരിയിലെ ഒരു ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. അല്ലെ, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ കൻതറത്ത് എന്നുള്ള ഒരു പാലമുണ്ട്. ആ പാലത്തിന്റെ അടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും? സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ എന്തെങ്കിലും അനീതിയോ അക്രമമോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശുദ്ധീകരിക്കപ്പെടും. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവരെ സ്വർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിക്കും. അപ്പൊ അവര് എങ്ങനെയായിരിക്കും ആ സ്വർഗത്തെ കാണുക? സ്വന്തം ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു അനുഭൂതിയോടുകൂടി, അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലായിരിക്കും അവരെന്ത് ചെയ്യുക? അവരവരുടെ സ്വർഗത്തിലെ വീടുകളിലേക്ക്, അല്ലെങ്കിൽ ആ സ്വർഗത്തിൽ അവരുടെ പദവികളിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അവന്റെ സ്വർഗത്തിൽ എത്തിയിട്ട് അതിന്റെ സ്ഥലം എവിടെയാണ്, എന്റേത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ ഒരു അന്താളിച്ച് നിൽക്കുന്ന അവസ്ഥയായിരിക്കില്ല അവന്. അവൻ ആ സ്വർഗത്തിൽ ഒരു അപരിചിതം ഉണ്ടാവുകയില്ല, ആരോടും ചോദിക്കേണ്ടി വരികയില്ല. സ്വന്തം വീട്ടിൽ ഏത് പാതിരാത്രിയിലും നമ്മൾ എത്ര ഉറപ്പോടുകൂടി പോകുന്നത് പോലെ അവൻ എന്ത് ചെയ്യും? അവൻ ആ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. അല്ലെ, അപ്പൊ ഇത്രയും ദറജാത്തുകൾ എന്തുകൊണ്ടാണ് അവന് കിട്ടുന്നത് എന്നുള്ളത് അൽഹംദുലില്ലാഹ് നമ്മളെ മുന്നത്തെ
ആയത്തുകളിൽ പഠിച്ചു. അപ്പൊ ഇത്രേ ഉള്ളൂ ഇതിന്റെ തഫ്സീർ കേട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ വരുന്നില്ല, നമുക്ക് അടുത്ത ആയത്തിലേക്ക് കടക്കാം. ക്ലിയർ ആണോ? ഓക്കെ, ബറക്കല്ലാഹു ഫീക്കും. അടുത്ത ആയത്ത് കുറച്ച് ഗൗരവമുള്ള ആയത്ത് തന്നെയാണ് വരുന്നില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ ഒരു ഗൗരവത്തോടു കൂടി നമ്മൾ ആ ഒരു ആയത്തിലേക്ക് കടക്കാം. 7ാമത്തെ ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുർകും വയുസബ്ബിത് അഖദാമകും. يا أيها الذين آمنوا إن تنصروا الله ينصركم ويثبت أقدامكم. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിൽ കൂടി വിശ്വാസികളോട് പറയുന്നത് നമുക്ക് നോക്കാം. യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ അല്ലെങ്കിൽ വിശ്വാസികളെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുകയാണ്. അപ്പോ മഹാനായ ഇബ്നു ജരീർ അത്വബരി റഹിമഹുല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ളിടത്ത് ഖുർആനിൽ എവിടെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വന്നിട്ടുണ്ടോ അവിടെയൊക്കെ അദ്ദേഹം ഈ ഒരു ഭാഗത്തിന് കൊടുക്കുന്ന ഒരു തഫ്സീർ ഉണ്ട്. യാ അയ്യുഹല്ലദീന ആമനു യാ അയ്യുഹല്ലദീന സ്വദ്ദഖുല്ലാഹ വറസൂല, അല്ലാഹുവിനെയും റസൂലിനെയും സത്യപ്പെടുത്തിയവരെ. യാ അയ്യുഹല്ലദീന സ്വദ്ദഖുല്ലാഹ വറസൂല, ഈമാനിനെയും അല്ലാഹുവിനെയും റസൂലിനെയും സത്യപ്പെടുത്തിയവരെ. കാരണം ഈമാനിന്റെ മാന, അതായത് ഈമാനിന്റെ അർത്ഥം തസ്ദീഖാണ്, സത്യപ്പെടുത്തൽ ആണ്. അതാണ് അതിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം. അള്ളാഹുവിനെ സത്യപ്പെടുത്തുക, അള്ളാഹുവിന്റെ റസൂലിനെ സത്യപ്പെടുത്തുക, അതാണ് യഥാർത്ഥത്തിൽ ഈമാൻ. വിശ്വസിച്ചവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവോട് ഉദ്ദേശിക്കുന്ന എന്താണ്? അള്ളാഹുവിനെയും ഈമാനുള്ളവരെ, വിശ്വസിച്ചവരെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്താൽ അവിടെ അള്ളാഹുവിനെയും റസൂലിനെയും സത്യപ്പെടുത്തിയവരെ എന്നാണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് അദ്ദേഹം ഈ ഭാഗത്തിന് എപ്പോഴും കൊടുക്കാറുള്ള തഫ്സീർ. അടുത്ത അള്ളാഹു എന്താ പറയുന്നത്? ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ. നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടുണ്ട് അല്ലെ, നസറ എന്നുള്ള വേർഡ്. ഇൻഷാല്ലാഹ് ടൈപ്പ് ചെയ്യാൻ കഴിയണവർ എല്ലാവരും ടൈപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഇൻഷാല്ലാഹ് നിങ്ങൾ ചാറ്റിൽ അത് ടൈപ്പ് ചെയ്യണം കേട്ടോ. അതിന്റെ മാദിയും മുളാരിയും മസ്ദർ. നസറ യൻസുറു നസ്ര. ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഓക്കെ, ബറക്കല്ലാഹു ഫീക്കും. നസറ യൻസുറു നസ്രൻ. അല്ലയോ സത്യവിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ. ആരെ? അള്ളാഹുവിനെ. എല്ലാരും ഉറങ്ങിപ്പോയാ? ആരെയും കാണുന്നില്ലല്ലോ. യല്ലാ ഇൻഷാല്ലാ എന്ത് ചെയ്തോളി, ടൈപ്പ് ചെയ്തോളി കേട്ടോ. അല്ലെങ്കിൽ നമ്മള് മൊത്തത്തിൽ ക്ലാസ് ഒരു ഉറങ്ങിയ അവസ്ഥയ്ക്ക്. അതോ നോട്ട് എഴുതുന്ന തിരക്കിലാണോ? എന്തായാലും ഇൻഷാല്ലാ നിങ്ങൾ ടൈപ്പ് ചെയ്തോളി കേട്ടോ. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് അറിയുകയും ചെയ്യാം, നമുക്കൊന്നുകൂടി പുതുക്കുകയും ചെയ്യാം. അപ്പോ യാ അയ്യുഹല്ലദീന ആമനു, അല്ലെ സത്യവിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ. നിങ്ങൾ സഹായിച്ചാൽ ആരെ? അള്ളാഹുവിനെ. യൻസുർക്കും, അവൻ നിങ്ങളെ സഹായിക്കും. ഓക്കെ, യൻസുർക്കും. മാഷാഅല്ലാഹ് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്താണ് കേട്ടോ. ബറക്കല്ലാഹ്, നമുക്ക് അവിടെ ഉണ്ട് നസറ യൻസുറു നസ്ര. യൻസുർക്കും, അവൻ നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത്, എന്ത് ചെയ്യും? ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. വയുസബ്ബിത്, ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങളെ. ഖദമുന്റെ ജംആണ് അഖ്ദാം. ഖദമുൻ ജംഉഹു പ്ലൂറലാണ് അഖ്ദാം. ജംഅ എന്ന് വെച്ചാൽ പ്ലൂറൽ. അപ്പോ യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ അല്ലെങ്കിൽ സത്യവിശ്വാസികളെ, ഇൻ തൻസുർ, നിങ്ങൾ സഹായിച്ചാൽ. ആരെ? അള്ളാഹുവിനെ. യൻസുർക്കും, അവൻ നിങ്ങളെ സഹായിക്കും. മാത്രല്ല വയുസബ്ബിത്, ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. അഖ്ദാമക്കും,
നിങ്ങളുടെ പാദങ്ങൾ. ഖദമുൻ ജമഅ ഖദം, നസറ യൻസുറു നസ്റൻ. ഓക്കെ, സബ്ബത്തൻ്റെത് ഞാൻ എഴുതാൻ വിട്ടുപോയിക്കണം തോന്നുന്നു. സബ്ബത്ത യുസബ്ബിതു തസ്ബീത്തൻ എന്നാണ്. സബ്ബത്ത ആണ്, യുസബ്ബിതു തസ്ബീത്തൻ. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാഹ് ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ തഫ്സീറിലേക്ക് കിടക്കാമേ. ക്ലിയർ ആണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് പ്രതികരിക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്താണ് ഇതിന്റെ തഫ്സീറിൽ അള്ളാഹു നമ്മളോട് പറയുന്നതെന്ന് പറയാം. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, എന്ത് ചെയ്യാ, ഇത് കുറച്ച് ഗൗരവമുള്ള ആയത്താണ്. എന്താണ് ഇതിന്റെ ഒരു ഗൗരവം എന്നുള്ളത് ബിസ്മില്ലാ നമുക്കത് പഠിക്കുമ്പോൾ ക്ലിയർ ആവും. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, പരിശുദ്ധ ഖുർആനിൽ എവിടെയെല്ലാം യാ അയ്യുഹല്ലദീന ആമനു എന്ന് കേൾക്കുന്നുവോ അവിടെ എല്ലാം എന്താണ്, നിങ്ങളുടെ കാത് കൂർപ്പിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്നാണ്. ഓക്കെ, നമ്മളത് കേൾക്കുമ്പോൾ നമുക്കും ആ ഒരു എന്തുണ്ടാവണം, ആ ഒരു പ്രതിനിധി ഉണ്ടാവും. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ എവിടെയൊക്കെ ഖുർആനിൽ നമ്മൾ എത്രയോ പ്രാവശ്യം ഓതി പഠിച്ചു അല്ലെ, പാഠ ഓതിയും ഖുർആനിൽ ഖത്തം ഓതുമ്പോഴൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് യാ അയ്യുഹല്ലദീന ആമനു യാ അയ്യുഹല്ലദീന ആമനു അല്ലെ. നമ്മൾ ആദ്യമായിട്ടാണ് അത് പഠിക്കണത്. അപ്പോ പരിശുദ്ധ ഖുർആനിൽ എവിടെയെല്ലാം യാ അയ്യുഹല്ലദീന എന്ന് കേൾക്കുന്നുവോ അവിടെയൊക്കെ നമ്മളുടെ കാത് കൂർപ്പിച്ച് വളരെ ശ്രദ്ധയോടുകൂടി ആയത്തിനെ കേൾക്കണം. എന്താണ് അതിന്റെ റീസൺ? അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നത് അല്ലെ. ഖുർആനിൽ നമുക്കറിയാം അല്ലാഹു വേറൊരു അഭിസംബോധന ചെയ്തിട്ടുണ്ട് മുഴുവൻ ആൾക്കാരെയും വിളിച്ച്. അതെന്താ? യാ അല്ലാഹ്, ആരാ പറയാ? നിങ്ങൾ ടൈപ്പ് ചെയ്തോളി. മൊത്തം കൂടി കൊള്ളാണ്ടാന്ന്. ബാറക്കല്ലാഹ് അന്നാസ്, യാ അയ്യുഹന്നാസ്. ബാറക്കല്ലാഹ്, മുംതാസ്, ബാറക്കല്ലാഹു ഫീക്. അപ്പോ യാ അയ്യുഹന്നാസ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അഭിസംബോധന ചെയ്യും. അതെന്താണ്? അത് മുഴുവൻ മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വതആല അഭിസംബോധന ചെയ്യാണ്. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ വിളിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. നമ്മളൊക്കെ വിശ്വാസികളാണ്. അപ്പൊ വിശ്വാസികളുടെ ബാധ്യതയാണ് എന്ത്, ആ ഒരു എന്താണ്, ആ ഒരു ആയത്തിനെ ശ്രദ്ധാപൂർവം കേൾക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോ നമുക്കറിയാം നമ്മൾ ഒരാളെ പേരെടുത്ത് വിളിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ ഒരാൾ പേരെടുത്ത് വിളിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? ആ വിഷയത്തിന് ഒരു ഇമ്പോർട്ടൻസ് ആണ്. അത് നമുക്ക് അതിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. അപ്പൊ അതുപോലെ വിശ്വാസികളായ നമ്മളുടെ മേൽ അത് ശ്രദ്ധാപൂർവം കേൾക്കുക എന്നുള്ളത് എന്താണ്, നമ്മുടെ ബാധ്യതയാണ്. അപ്പൊ തുടർന്ന് വരുന്ന ആയത്തിലെ ആശയങ്ങൾ നമ്മൾ അത്രയും ശ്രദ്ധാപൂർവം കേൾക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തെ അതിന്റെ കാരണം, ഒന്നുകിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും, വിശ്വാസികളോട് ഒരു കാര്യം കൽപ്പിക്കുകയായിരിക്കും, അല്ലെങ്കിലോ വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം വിലക്കുകയായിരിക്കും. ഒന്നുകിൽ കൽപ്പിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം വിലക്കുകയായിരിക്കും. അപ്പൊ രണ്ടായാലും അത് വിശ്വാസികൾ എന്ത് ചെയ്യണം, ഗൗരവത്തിലെടുക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ അഭിസംബോധന ചെയ്യുമ്പോൾ വിശ്വാസികൾ അതിനെ ഗൗരവത്തിൽ എടുക്കണം എന്ന് പറയാറുള്ളത്. അപ്പോ അത് കേൾക്കുന്ന സന്ദർഭത്തിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുലേക്ക് നമ്മൾ തിരിയുക അല്ലെ. അത് കിച്ചൺ പണീന്റെ ഇടയിൽ നമ്മൾ കേട്ടാൽ റെഡി ആവൂല. കാരണം അത് കരിഞ്ഞോ അല്ലെങ്കിൽ ഇതെടുത്തോ അങ്ങനെയായിരിക്കും നമ്മളെ ചിന്ത. അല്ലെങ്കിൽ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു സാഹചര്യം ഒരുക്കി നമ്മൾ കേൾക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അടുത്തതിൽ അള്ളാഹ് പറയണത് ഇൻ തൻസുറുള്ള, ഇൻ തൻസുറുള്ള, നിങ്ങൾ സഹായിച്ചാൽ ആരെ? അള്ളാഹുവിനെ. എന്താണ് അള്ളാഹുവിനെ സഹായിക്കുക അല്ലെ? സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും, സൃഷ്ടികൾക്ക് അള്ളാഹിനെ സഹായിക്കാൻ കഴിയോ? ഒരിക്കലും കഴിയില്ല, അതിന് സാധ്യമല്ല. നമ്മൾ താഴ്ത്തുകളിൽ നിന്നൊക്കെ അത് ഒരുപാട് കേട്ടാണ് അല്ലെ. അതായത് സൃഷ്ടികളുടെ സഹായം അള്ളാഹുവിന് ആവശ്യമുണ്ടോ? അള്ളാഹുവിന് ഒരിക്കലും എന്തില്ല, അള്ളാഹുവിന് സൃഷ്ടികളുടെ സഹായം ആവശ്യമേ ഇല്ല അല്ലെ. സൂറ ലാസ്റ്റിൽ എന്താ പറയുക, കുൽ നബിയെ പറയും, അല്ലാഹു അഹദ്, അള്ളാഹു ഏകൻ, അല്ലാഹു സമദ്, അള്ളാഹു അസമദാണ്. എന്താണ് സമദ് എന്ന് പറഞ്ഞാല്? ഒരാളുടെയും ആശ്രയം അള്ളാഹുവിന് ആവശ്യമില്ല. മുഴുവൻ സൃഷ്ടികളും ആശ്രയിച്ചിരിക്കുന്നവരാണ്, അള്ളാഹുവിനെയാണ്. അപ്പോ സൃഷ്ടികളിൽ ഒരാളുടെയും ആവശ്യം എന്തില്ല, അള്ളാഹുവിനില്ല. ഖുദ്സിയായ ഒരു ഹദീസിൽ പറയുന്നുണ്ടല്ലോ, യാ ഇബാദി, എന്റെ അടിമകളെ, എനിക്കൊരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല, നിങ്ങളെ കൊണ്ട് എനിക്കൊരു ഉപദ്രവം ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് എന്നെ ഒരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ ഒരു ഉപദ്രവവും എനിക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പോ എന്നിരിക്കെ അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? അള്ളാഹു ഇവിടെ അങ്ങനെയാണല്ലോ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അല്ലെ. അപ്പോ
എന്താണ് അള്ളാഹുവിനെ സഹായിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇനി അടുത്ത വരുന്ന തഫ്സീർ കേട്ടോ. മഹാനായ ഇബ്നു ജരീർ അത്തൊബരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. ഇതിന്റെ ലോങ് അറബി ഞാൻ വായിക്കണില്ല, ജസ്റ്റ് അതിന്റെ ആശയം ഇരുന്നില്ല നമ്മളൊന്ന് പറയും. ഇതില് നമ്മൾ 3 തഫ്സീർ പണ്ഡിതന്മാരുടെ തഫ്സീർ ജസ്റ്റ് ഒന്ന് വിവരിക്കും. ഒന്ന് ജരീർ അത്തൊബരി, രണ്ടാമത്തേത് ഇബ്നു കസീർ, മൂന്നാമത്തേത് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സാദി. അത് ഓരോന്നും പറയുമ്പോൾ ഞാൻ പറയാം, അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഒന്നാമത്തേത് മഹാനായ ഇബ്നു ജരീർ അത്തൊബരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീർ തൊബരിയിൽ പറയുന്നുണ്ട്, ഇൻ തൻസുറുല്ലാഹ ബിനസ്രിക്കും റസൂലഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ച് അദ്ദേഹം ലോങ് ആയിട്ട് അത് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് അദ്ദേഹം പറയണത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിനെ സഹായിക്കലാണ്. അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിനെ സഹായിക്കലാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ പേര് വെക്കുമ്പോൾ എല്ലാവരും സലാത്ത് പറയണം കേട്ടോ. അള്ളാഹുവിന്റെ റസൂൽ ദീൻ പ്രചരിപ്പിക്കുമ്പോൾ ആ റസൂലിനെ പറഞ്ഞയച്ചത് ആരാണ്? അള്ളാഹു ആണ്. അള്ളാഹു എന്ത് ചെയ്തു? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരു വേദഗ്രന്ഥം അവതരിപ്പിച്ചു. അതുകൊണ്ട് ഖുർആനിനെയും ഇസ്ലാമിനെയും തൗഹീദിനെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാമിന്റെ ആദർശങ്ങളെയും ജീവിതത്തിൽ ഉൾക്കൊള്ളലും അത് പ്രചരിപ്പിക്കലും ആ വിശ്വാസത്തിൽ പ്രവാചകനെയും ഇസ്ലാമിനെയും സഹായിക്കലാണ് അള്ളാഹുവിനെ സഹായിക്കുക എന്നുള്ളത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ സഹായിക്കുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇസ്ലാമിനെ സഹായിക്കുക. അതായത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളും എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ അതിൽ വിശ്വസിക്കുക. രണ്ടാമത്തത് അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. മൂന്നാമത്തത് അതിനെതിരെയുള്ള പരിശ്രമങ്ങളെ തടയുക. കാരണം അതിനെതിരെ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെതിരെ അവർ നടത്തുന്ന പരിശ്രമങ്ങളെ നമ്മളുടെ വാക്കുകൾ കൊണ്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ തടയുക. അപ്പൊ ഇതാണ് നമ്മൾ അതനുസരിച്ച് ജീവിക്കുക, നമ്മൾ പഠിച്ചത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോ അതാണ് അള്ളാഹുവിനെ സഹായിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അള്ളാഹുവിനെ നമ്മൾ സഹായിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ രൂപത്തിൽ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു നമ്മളെയും സഹായിക്കും. അപ്പോ രണ്ടാമത്തത് ഇബ്നു കസീർ റഹിമഹുല്ല ഈ ഭാഗത്തിന് കൊടുക്കുന്ന ഒരു തഫ്സീർ ഉണ്ട്. അതായത് ദഅ്വാ രംഗത്ത് അതുപോലെ തന്നെ തൗഹീദിന്റെ രംഗത്ത് ദീനിനെ സഹായിക്കുന്നവർ എന്നും അദ്ദേഹം ഒരു ആശയം കൊടുക്കുന്നുണ്ട്. എല്ലാം ഏകദേശം ഒന്നുപോലെയാണ്. ഒന്നാമതായിട്ട് എങ്ങനെ നമുക്ക് അള്ളാഹുവിനെ സഹായിക്കാൻ കഴിയും? അദ്ദേഹം 2-3 പോയിന്റ്സ് പറയുന്നുണ്ട്. ഒന്ന്, ഖുർആൻ പഠിക്കുക, അൽഹംദുലില്ലാ. രണ്ടാമത്തത് തഫ്സീർ പഠിക്കുക. മറ്റുള്ള ആളുകൾക്ക് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ എത്തിച്ചു കൊടുക്കാം. അല്ലെ, നമുക്ക് ശരിയായിട്ടുള്ള ഖുർആനിന്റെ ആശയവും തഫ്സീറും അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശരിയായ കാര്യങ്ങളും അറിയാതെ നമുക്ക് ഒരിക്കലും സമൂഹത്തിലേക്ക് പോയി ദഅവത്ത് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളടുത്ത് നിന്ന് എന്താ ഉണ്ടാവുക? ജഹൽ, അറിവില്ലായ്മയും പൊട്ടത്തരായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഖുർആൻ പഠിക്കുക, തഫ്സീർ പഠിക്കുക, അതോടൊപ്പം റസൂലിന്റെ ചര്യകളെ നമ്മൾ പഠിക്കുക, അതോടൊപ്പം മറ്റുള്ള ആളുകൾക്ക് നമ്മൾ എന്താണോ പഠിച്ചത് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുക. അതോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ അതിനെ പ്രതിരോധിക്കുക. അറിയില്ലെങ്കിൽ നമ്മളൊന്നും മിണ്ടരുത്. മൊത്തത്തിൽ നമ്മൾ പോയി നമുക്കൊന്നും അറിയാത്ത രൂപത്തിൽ നമ്മളവിടെ നിന്ന് ഇങ്ങനെ പെടും. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലേ അള്ളാഹുവോട് എന്താ ഉദ്ദേശിക്കണം. അറിയാത്ത ഒരാളാണ് പോയി പറയണെങ്കിലോ എന്തെങ്കിലും പൊട്ടത്തരായിരിക്കും പറയാം. അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ പഠിച്ച് അറിഞ്ഞതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ശരിയായ രൂപത്തിൽ വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കുക, നമ്മൾ അതിനെ പ്രതിരോധിക്കുക, അതിൽ വരുന്ന ത്യാഗങ്ങൾ ക്ഷമിച്ചുകൊണ്ട് ദീനിനെ സഹായിക്കുക. അതാണ് ഇബ്നു കസീർ റഹിമഹുല്ല അള്ളാഹുവിനെ സഹായിക്കുക എന്നുള്ള അതിലേക്ക് സഹായികളായി തീരാൻ നമുക്ക് എങ്ങനെ സാധിക്കും എന്ന് ഇബ്നു കസീർ റഹിമഹുല്ല നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോ അൽഹംദുലില്ലാ നമ്മൾ ഖുർആൻ ഹിഫ്ള് ചെയ്യുന്നവരുണ്ട്, അല്ലെ? ഖുർആനിന്റെ തഫ്സീർ അൽഹംദുലില്ലാ നമ്മൾ പഠിക്കുന്നു. അതൊക്കെ എന്താണ്? അള്ളാഹുവിനെ സഹായിക്കുന്നതിന്റെ ഭാഗമാണ്. അൽഹംദുലില്ലാ നമുക്ക് കിട്ടിയ വലിയൊരു അവസരമാണ്. അള്ളാഹുവിന്റെ സഹായികളായി തീരാൻ കഴിയുന്ന ഏറ്റവും വലിയ അവസരമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താണ്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ആ ഇത് ശരിക്കും അള്ളാഹു വിശ്വാസികൾക്ക് തരുന്ന ഒരു ദറജയാണ് അല്ലെ. അള്ളാഹുവിനെ സഹായിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, അള്ളാഹുവിന് ഒന്നും കഴിയാത്തത് കൊണ്ടല്ല, വിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തരുന്ന ദറജയാണ്. അപ്പൊ അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നമ്മളെ ഖുർആൻ പഠിക്കാൻ അല്ലെങ്കിൽ അത് ഹിഫ്ള് ചെയ്യിപ്പിക്കാൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു അല്ലെ. നമുക്കത് മറ്റുള്ളവർക്ക് കുറച്ച് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ഫാമിലിയിലും കുടുംബത്തിലും ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നു. അപ്പൊ ഇത് നമ്മളുടെ നീയത്ത് എന്തായിരിക്കണം? നമ്മൾ അള്ളാഹുവിനെ സഹായിക്കാണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ പരിശുദ്ധ ഖുർആനെ പഠിക്കണം, അത് മനസ്സിലാക്കണം, പ്രാവർത്തികമാക്കണം, അതിന്റെ ആശയത്തെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, അത് പ്രചരിപ്പിക്കണം, നമ്മളുടെ കുടുംബങ്ങളിൽ എത്തിക്കണം അല്ലെ. ദീനി പഠിക്കാൻ ബാക്കിലോട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, അവർക്ക് അറിയില്ല അല്ലെ. അപ്പോ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ നമ്മൾക്ക് ഒരുപാട് വിഷമായിട്ട് വരുന്നു, അപ്പൊ നമുക്കൊരു ഹിക്മത്ത് ഉണ്ടാവണം അല്ലെ. നമ്മൾ ആ ഒരു സഹോദരിയെ ഇസ്ലാമികമായി നമ്മൾ അവരെ ഒന്ന് ഉപദേശിച്ച് അല്ലെ, ഒരുപക്ഷെ നമ്മൾ അയൽക്കാരിയാവാം, കുടുംബക്കാരാവാം, അവരെ ഇതിന്റെ ഒരു റീസൺ, യഥാർത്ഥ നിങ്ങൾക്കുള്ള പരിഹാരം എന്ത് കിട്ടും ഈ ഒരു ഖുർആൻ പഠനത്തിലൂടെ, അല്ലെങ്കിൽ ശരിയായ ദീൻ പഠിക്കുന്നതിലൂടെ കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ അവരെ പിന്നാലെ കൂടി, എന്ത് നമ്മൾ അവരുടെ പിന്നാലെ കൂടണം. അങ്ങനെ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, അവർക്ക് സ്വാഭാവികമായിട്ട് താല്പര്യം അവരിൽ ഉണ്ടാക്കിയെടുത്ത് അവരെ ദീനിലേക്ക് നമ്മൾ കൊണ്ടുവരണം അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എന്താ, അള്ളാഹുവിനെ സഹായിക്കുക എന്നുള്ളത് അല്ലെ. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്നാ ലനൻസുറു റുസുലന വല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ. തീർച്ചയായിട്ടും നമ്മുടെ റസൂലുകളെ നമ്മളെ റസൂലുകളെയും വിശ്വാസികളെയും അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണ്, അള്ളാഹു സഹായിക്കുന്നതാണ് അല്ലെ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അടുത്ത ആയത്തിൽ പറയുന്നത് അല്ലെ, ഹേ വിശ്വസിച്ചവരെ, ഇൻ തൻസുറുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചു കഴിഞ്ഞാൽ യൻസുർക്കും, അവൻ നിങ്ങളെ സഹായിക്കും. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പോ ഈ രൂപത്തിൽ എങ്ങനെയാണ് സഹായിക്കുക എന്നുള്ളത് അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇങ്ങനെ സഹായിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ രൂപത്തിലാണ് അള്ളാഹുവിനെ സഹായിക്കുക എന്നുള്ളത്. ഇങ്ങനെ ദീൻ പഠിച്ചും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തും അത് പ്രചരിപ്പിച്ചും നമ്മളുടെ ജീവിതത്തിൽ എത്തിച്ചും ഇഖ്ലാസ്, അതൊക്കെ എന്തിനു വേണ്ടിയായിരിക്കണം? ഇഖ്ലാസോട് കൂടിയും ഈമാനോട് കൂടിയും ആയിരിക്കണം. അപ്പൊ ഇങ്ങനെ അതിൽ വരുന്ന എന്താണ്, ത്യാഗങ്ങൾ ക്ഷമിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും? യൻസുർക്കും, നിങ്ങളെ സഹായിക്കും അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, തീർച്ചയായും നമ്മുടെ റസൂലുകളെയും വിശ്വാസികളെയും അള്ളാഹു സഹായിക്കുന്നതാണ്, ഈ ലോകത്തും പരലോകത്തും. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ഭാഗത്തിന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹിമഹുല്ലാ കൊടുത്ത ഒരു തഫ്സീറും കൂടി ഉണ്ട്. അതായത് വിശ്വാസികളോടുള്ള അള്ളാഹുവിന്റെ ഒരു കൽപ്പനയാണ് അള്ളാഹുവിനെ സഹായിക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ ഒരു കൽപ്പനയാണ്. എങ്ങനെയാണ്? അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുക. ഒന്നാമതായി അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുക. രണ്ടാമതായി അതിലേക്ക് ദഅവത്ത് ചെയ്യുക. അതായത് ഇസ്ലാമിന്റെ ശത്രുക്കളോട് നമ്മൾ ജിഹാദിന് തയ്യാറാവുക. ഓക്കെ. അപ്പൊ ഇതിലൂടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും. അങ്ങനെ വിശ്വാസികൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു അവർക്ക് ഓഫർ ചെയ്തത് അല്ലെ. ഒന്നെന്താ? ഇൻ തൻസുറുല്ലാഹ, അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ യൻസുർക്കും, അവൻ എന്ത് ചെയ്യും? നിങ്ങളെ സഹായിക്കും. നമ്മളതിന് കുറച്ചു മുന്നേ ഒരു ആയത്ത് പറഞ്ഞു അല്ലെ, ഈ ദുനിയാവിലും അള്ളാഹു സഹായിക്കും, അതോടൊപ്പം നാളെ കാലാകാലം വരാനിരിക്കുന്ന ആഖിറത്തിലും സഹായിക്കും. സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് വൈസബ്ബിത് ഖദാമക്കും, അതുപോലെ അവന്റെ പാദങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും അല്ലെ. നമുക്ക് എന്താണ്, വിശ്വാസികളുടെ ഹൃദയങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും? ഉറപ്പിച്ചിരുത്തും. എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പാദങ്ങൾ ഉറപ്പിച്ചിരുത്തുക? മഹാനായ നാസിർ സഅദി റഹിമഹുല്ലാ പറയുന്നു, വിശ്വാസികളുടെ ഹൃദയങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഉറപ്പിച്ചു നിർത്തും. എങ്ങനെ? ക്ഷമ കൊണ്ടും സമാധാനം കൊണ്ടും ധൈര്യം കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ പാദങ്ങളെ, അതാണ് അവിടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇസ്ലാമിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ട് അല്ലെ. ക്രിസ്ത്യാനികളും അതുപോലെ മുസ്ലിമീങ്ങളും, അതുപോലെ ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളിൽ നിന്നും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയവരും, അല്ലെങ്കിൽ പല വിഭാഗങ്ങളായവരും, അതോടൊപ്പം ജൂതന്മാരും ഹിന്ദുക്കളും എല്ലാവരും ഇസ്ലാമിനെ ഇങ്ങനെ എന്താണ്, ഇസ്ലാമിനെതിൽ ഓരോ ആരോപണങ്ങൾ പറയാണ് അല്ലെ. അപ്പോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലെ, കറക്റ്റ് ദീനനുസരിച്ച് അത് പഠിച്ച് ഫോളോ ചെയ്ത് അത് ലോകത്ത് എത്തിച്ചു കൊടുക്കുന്ന ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും? അവൻ ഒരിക്കലും ഒരു ഒരു തകർന്നു പോകുന്ന ഒരവസ്ഥ അവൻ ഉണ്ടാവൂല.
അവര് ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹു എന്ത് ചെയ്യും? ധൈര്യം കൊടുക്കും, അല്ലെ? അവന് ക്ഷമ കൊടുക്കും. അത് ഏറ്റവും നല്ല രൂപത്തിൽ മറ്റുള്ളവരുമായി സംസാരിക്കാൻ റബ്ബ് കൊടുക്കില്ല. നമുക്കറിയാം സുബ്ഹാനല്ലാഹ്, ഇന്ന് വിശ്വാസികളും അവിശ്വാസികളുമായി സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ വിശ്വാസികൾ വളരെ കൃത്യമായി അവരുടെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ നിലപാടുകൾ പറയാൻ കഴിയുന്നത്. സുബ്ഹാനല്ലാഹ്, അതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വാഗ്ദാനമാണ്. അപ്പൊ ഈ രൂപത്തിൽ വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ഈ രൂപത്തിൽ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ ഒരിടത്തും ആരൊക്കെ ഇനി ലോകം തന്നെ തിരിഞ്ഞു വന്നാലും അവർക്ക് എന്ത് ചെയ്യില്ല? അവർക്ക് ഒരു തകർച്ച ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്കൊരു ഭയം ഉണ്ടാവില്ല. അള്ളാഹു അവർക്ക് ക്ഷമ കൊടുക്കും. അതോടൊപ്പം അള്ളാഹു അവർക്ക് ധൈര്യവും, അല്ലെ, ആരോപണങ്ങളെ നേരിടാനുള്ള ശക്തിയും റബ്ബ് കൊടുക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ പലതും ഇസ്ലാമിന്റെ ഹലാൽ ഹറാമുകളെ പറ്റി ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ ഓരോന്നും, അല്ലെ, താടി, അല്ലെങ്കിൽ പർദ്ദ, ഹിജാബ്, ഇതിനൊക്കെ പറ്റി ചർച്ച ചെയ്യുന്നു. അപ്പൊ ഒരാൾ ഇങ്ങനെ വിചാരിക്കാണ്, അള്ളാഹു ഇത് ശരിയാണല്ലോ എന്ന് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും എന്താണ്, നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യൂല? നമ്മൾക്ക് നമുക്ക് നമുക്ക് തകർച്ചയുണ്ടാവും, നമ്മൾ പതറിപ്പോകും. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ, അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കുമെന്ന് അള്ളാഹു പറഞ്ഞു. അതുപോലെ വയസബ്ബിത് അഖ്ദാമക്കും, അവരുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തും എന്നും പറഞ്ഞു, അല്ലെ. ഇത് രണ്ടും അവർക്ക് ഉണ്ടാവില്ല, അല്ലെ. അള്ളാഹു ഇതിൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പാദങ്ങൾ ഉറപ്പിച്ചിരുത്തുക എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അള്ളാഹു എന്ത് ചെയ്യും? അവർക്ക് ഒരു സ്ഥിരത നൽകും, അല്ലെ, ഒരു ധൈര്യം നൽകും, ഒരു ക്ഷമ നൽകും. അതോടൊപ്പം മറ്റുള്ളവരെ നേരിടാൻ ഒരു കരുത്ത് അവർക്ക് നൽകും. ഇങ്ങനെ ആരോപണങ്ങൾ വരുമ്പോൾ അതിൽ ക്ഷമിച്ചു നിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകും. അതോടൊപ്പം പരലോകത്തും അള്ളാഹു അവരെ ഒരിക്കലും സഹായിക്കില്ല. പരലോകം, സ്വർഗം എത്തുന്നത് വരെ അള്ളാഹു അവരുടെ സംരക്ഷകനായിരിക്കും. എങ്ങനെയാണ്? സിറാത്തിൽ, ഖബറിൽ, ഖിയാമത്ത് നാളിൽ, അല്ലെ. നമുക്ക് സിറാത്തിനെ പറ്റിയൊക്കെ നമ്മൾക്ക് അറിയാം, അല്ലെ. അത്രയും ലോലമായിട്ടുള്ള പാലാണ്. അത് കടന്നിട്ടാണ് നമ്മൾ എവിടേക്ക് പോകേണ്ടത്? നമ്മൾ സ്വർഗത്തിലേക്ക് പോകേണ്ടത്. അപ്പൊ ഈ ഒരു ദൗത്യം നമ്മളുടെ ജീവിതത്തിൽ ഏറ്റെടുത്താൽ ഈ ദുനിയാവിലും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും. നമ്മുടെ പാദങ്ങളെ റബ്ബ് ഉറപ്പിച്ചു നിർത്തും. നാളെ കാലാകാലമായ ആഖിറത്തിലെ ജീവിതത്തിൽ സിറാത്തിലും ഖബറിലും മഹ്ശറിലും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം എത്തുന്നത് വരെ, അല്ലെ, നമ്മൾ നമ്മളുടെ വീട്ടിലേക്ക് എത്തുന്നത് വരെ ആ ഒരു പറഞ്ഞ പോലെ അവർക്ക് നേരത്തെ പരിചയപ്പെടുത്തി കൊടുത്ത ആ ഒരു വീടുണ്ടല്ലോ, അപ്പൊ അതിലേക്ക് നമ്മൾ എത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അത്രയും എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായവും ഉണ്ടാകും എന്നുള്ളതാണ് ഈ ആയത്തിൽ കൂടി പറയുന്നത്. മൂന്നാമത്തെ ആയത്തിന്റെ തഫ്സീർ, അല്ലെ, ഒന്നുകൂടി പറയാം. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹിമഹുല്ലാഹ് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വാസികളോടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു കൽപ്പനയാണ്. അള്ളാഹുവിനെ സഹായിക്കണം എന്നുള്ള വിശ്വാസികളോടുള്ള ഒരു കൽപ്പനയാണ്. എങ്ങനെയാണ് അള്ളാഹുവിനെ സഹായിക്കുക? അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുക. ഒന്നാമതായി അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുക. മൂന്നാമത് അതിലേക്ക് ദഅവത്ത് ചെയ്യുക, ആളുകളെ അതിലേക്ക് ക്ഷണിക്കുക. അതായത് ഇസ്ലാമിന്റെ ശത്രുക്കളോട് ജിഹാദിന് തയ്യാറാവുക എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? അവരെ നമ്മൾ ഇസ്ലാമിലേക്ക്, അവര് ഇസ്ലാമിനെതിരെ പറയുന്ന ആരോപണങ്ങൾക്ക്, വിമർശനങ്ങൾക്ക് നമ്മൾ മറുപടി പറയുകയും നമ്മൾ അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കേണ്ട എന്താണ്? നമ്മളെ നീയത്ത് എന്താണ്? അള്ളാഹുവിന്റെ പ്രീതിയായിരിക്കണം, അല്ലെങ്കിൽ പൊരുത്തായിരിക്കണം, അല്ലെ. അപ്പൊ ഇതിനെതിരാണെങ്കിലോ, അതായത് ഞാനൊരു വലിയൊരു ഡിബേറ്റ് നടത്തുന്ന ഒരാളാണെന്ന് അറിയപ്പെടണം, അങ്ങനെയാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിനോട് ജയിക്കാൻ കഴിഞ്ഞാലും നാളെ അള്ളാന്റെ കോടതിയിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇത് മർമ്മമാണ്. ഇതൊക്കെ അവൻ ചെയ്യുന്നത് എന്തായിരിക്കണം? അതാണ് അദ്ദേഹം പറയുന്നത്. അള്ളാഹുവിന്റെ പ്രീതി ഉണ്ടാവണം, പൊരുത്തം ഉണ്ടാവണം. അങ്ങനെ വിശ്വാസികൾ ചെയ്താൽ അല്ലെ, അള്ളാഹു എന്ത് ചെയ്യും? അവരെ സഹായിക്കും. അവരുടെ പാദത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു നിർത്തും. അതാണ് അദ്ദേഹം പറയുന്നത് വൈസബ്ബിത്ത് അഖ്ദാമക്കും എന്ന് പറയുമ്പോൾ അത് ഈ ലോകത്തും അള്ളാഹു ഉറപ്പിച്ചു നിർത്തും, നാളെ വരാനിരിക്കുന്ന കാലാകാലമായ പരലോകത്തും അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. ഈ ലോകത്ത് ഉറപ്പിച്ചു നിർത്തുന്നത് എങ്ങനെയാണ്? അത് അള്ളാഹു അവന് ധൈര്യവും ക്ഷമയും, അതോടൊപ്പം അവന് എന്താണ്, മറ്റുള്ളവർക്ക് വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞു കൊടുക്കാനുള്ള എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിക്ക് ഈ ലോകത്ത് കൊടുക്കും. നാളെ പരലോകത്ത് അവന് കടക്കാനിരിക്കുന്ന ഒരുപാട് കടമ്പകൾ ഉണ്ടല്ലേ, ഖബർ മുതൽ, മഹ്ശർ മുതൽ, സിറാത്ത് മുതൽ,
ഇതിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അവനെ സഹായിക്കും. അവൻ സ്വർഗത്തിൽ എത്തുന്നത് വരെ. ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള തഫ്സീർ. ക്ലിയർ ആയോ? മൂന്നാമത്തേത് ആരോ ചോദിച്ചിനല്ലോ. ഓക്കെ, ബറക്കല്ലാഹ്. അപ്പൊ ഈ ആയത്ത് പഠിച്ച് മനസ്സിലാക്കിയ ഏതൊരു വിശ്വാസിയുടെയും ബാധ്യതയാണ് അള്ളാഹുവിനെ സഹായിക്കുക. അള്ളാഹുവിനെ സഹായിക്കുക എന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ എങ്ങനെയാണ് എന്നുള്ളത്? അപ്പൊ നമ്മളിത് 3 തഫ്സീറും പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂസ്ഡ് ആയി കാണും, പക്ഷെ ഏകദേശം എല്ലാം ഒരേ ആശയത്തിലേക്ക് തന്നെയാണ് വരുന്നത്. പക്ഷെ 3 ആൾക്കാരും ഇത് കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ട് ഉദ്ധരിച്ചത് കൊണ്ടാണ് 3 പേരുടെ അഭിപ്രായം നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇത് പഠിച്ചു മനസ്സിലാക്കിയ ഏത് വിശ്വാസിയുടെയും ബാധ്യതയാണ് അള്ളാഹുവിനെ സഹായിക്കുക എന്നുള്ളത്. ഒരൊറ്റ പ്രാവശ്യം കൂടി നമ്മൾ കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ, അള്ളാഹുവിനെ സഹായിക്കുക എന്നുള്ളത് അള്ളാഹിന്റെ റസൂലിനെ സഹായിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ എന്തൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മൾ വിശ്വസിക്കുക, അല്ലെ? അതിൽ നമ്മൾ എന്ത് ചെയ്യുക? അടിയുറച്ചു നിൽക്കുക. അത് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇബ്നു കത്തീർ റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ ഖുർആൻ പഠിക്കുക, തഫ്സീർ പഠിക്കുക, റസൂലിന്റെ ചര്യ പഠിക്കുക, അല്ലെ? എന്നിട്ട് നമ്മൾ ദഅവത്ത് ചെയ്യുക. അറിവ് പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സമൂഹത്തിലേക്ക് പോയി ദഅവത്ത് ചെയ്യുക. ഇസ്ലാമിനെതിരിൽ ആരൊക്കെ വിമർശനങ്ങൾ പറയുന്നുണ്ടോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അതിനൊക്കെ റിപ്ലൈ കൊടുക്കാം, അല്ലെ? നമ്മൾ അറിഞ്ഞിട്ടും വാബൂട്ടി മിണ്ടാതിരിക്കുന്നല്ല, പക്ഷെ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ഹിക്മത്തോടു കൂടി നമ്മളത് എത്തിച്ചു കൊടുക്കുക. ഈ രൂപത്തിലാണ് അള്ളാഹുവിനെ സഹായിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഒരു പരിശ്രമത്തിലാണ് അൽഹംദുലില്ലാഹ് നമ്മൾ ഖുർആൻ പഠിക്കുന്നവരുണ്ട്, തഫ്സീറുകൾ പഠിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? പതിയെ പതിയെ നമ്മൾക്ക് കിട്ടിയ ആ ഒരു പ്രകാശം അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മളെ മക്കൾക്ക്, നമ്മളെ ഭർത്താക്കന്മാർക്ക്, നമ്മളെ കുടുംബത്തിലുള്ളവർക്ക്, പിന്നെ അത് നമ്മളുടെ ഫ്രണ്ട്സുകളിലേക്കും നമ്മളിങ്ങനെ ആ ഒരു പ്രകാശത്തെ എത്തിച്ചു കൊടുക്കണം. ഒരിക്കലും നമ്മളിങ്ങനെ ബേജാറാകണം, അല്ലാഹു ഞാൻ പഠിക്കുന്നത് എനിക്ക് എന്തെങ്കിലും എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ടെൻഷൻ നമുക്ക് ഉണ്ടാവണം. ഒരു ടെൻഷൻ ഉണ്ടായി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് അതിനൊരു അവസരം ഒരുക്കി തരും എന്നുള്ളതാണ്. അതിനുവേണ്ടി പരിശ്രമിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിശ്രമത്തെ പറ്റി പറഞ്ഞിരുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നില്ല, ഞാൻ നെക്സ്റ്റ് അടുത്ത ആയത്തിലേക്ക് കടക്കാം കേട്ടോ. ഓക്കെ, ബറക്കല്ലാഹു ഫീക്കും. ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ആയിട്ട് സ്ക്രീൻ ഷെയർ ചെയ്തു. രണ്ട് PDF സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? അടുത്ത ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. والذين كفروا فتعسا لهم وأضل أعمالهم والذين كفروا فتعسا لهم وأضل أعمالهم. നമുക്ക് എന്റെ തർജ്ജമയിലേക്ക് കിടക്കാം. വല്ലദീന കഫറു, എന്നാൽ അവിശ്വസിച്ചവരാകട്ടെ, ഫതഅസൻ എന്നാൽ നാശം, ഫതഅസൻ ലഹും അവർക്ക് നാശം. തഅസേണ്ടതും ഞാനൊന്ന് വിട്ടുപോയിക്കണം കേട്ടോ. ഇൻഷാല്ലാ ഞാനൊന്ന് പറഞ്ഞുതരാം, നിങ്ങൾ കഴിയുന്നവരൊന്ന് ടൈപ്പ് ചെയ്തേക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇൻഷാല്ലാ ഞാൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇട്ടുതരാം. തഅസ യതഅസു തഅസൻ, തഅസൻ ഐനിന് ഫത്ഹയാണ് മസ്ദറില്. തഅസ യതഅസു തഅസൻ, തഅസ യതഅസു തഅസൻ, അതായത് നാശം എന്നുള്ള അർത്ഥാണ്. ഫതഅസൻ ലഹും അവർക്ക് എന്താണ്? നാശമാണ് ഉള്ളത്. അല്ലദീന കഫറു വിശ്വസിച്ചവരായ കൂട്ടർ, ഫതഅസൻ ലഹും അവർക്ക് നാശാണുള്ളത്. വഅദല്ല അഅമാലഹും, വഅദല്ല അവൻ പാഴാക്കുകയും ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, അദല്ല യുദില്ലു ഇദ്ലാല്, അവൻ പാഴാക്കുകയും ചെയ്യും. അഅമാലഹും അവരുടെ പ്രവർത്തികളെ. അമലിന്റെ ജംആണ് അഅമാല്. സുബ്ഹാനല്ലാഹ്, ഇതിന് നമുക്ക് കുറച്ച് തഫ്സീറേ ഉള്ളൂ. ഓക്കെ,
നമുക്കറിയാം, നേരത്തെ ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് വിവരിച്ചിട്ടുണ്ട്. അതായത് സത്യനിഷേധികൾക്ക് എന്താണ് നാശാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഈ ലോകത്തും പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു എന്താണ് അവർക്ക് അപമാനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന കഫറു, അവിശ്വസിച്ചവർ, ഫതഅസല്ലഹും, അവർക്ക് എന്താണ് അവർക്ക് നാശാണുള്ളത്. വഅദല്ല അഅമാലഹും, അവൻ പാഴാക്കുകയും ചെയ്യും അഅമാലുഹും അവരുടെ പ്രവർത്തനങ്ങൾ. അപ്പോ ഈ ലോകത്തും പരലോകത്തും എന്താണ് സത്യനിഷേധികൾക്ക് അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ള അപമാനമാണ്, അവർക്ക് നാശാണുള്ളത്. അവരുടെ അമലുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് അവരുടെ അമലുകളൊക്കെ പാഴായിപ്പോയി, അവർ പരാജയപ്പെട്ടു. എന്നാൽ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ എന്താണ് അവർ ബേജാറാകേണ്ട ആവശ്യമില്ല. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? വയദ്ഖുലുഹുൽ ജന്നത അറഫഹ, അവർക്ക് നേരത്തെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ള സ്വർഗം ഉണ്ട്. എന്നാൽ സത്യനിഷേധികളായ ആളുകൾക്കുള്ള ഒരു താക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത ആയത്തുകളിൽ നമ്മളോട് പറഞ്ഞു തരുന്നത്. 8ാമത്തെ ആയത്തിൽ സത്യനിഷേധികൾക്കുള്ള ഒരു താക്കീതാണ്. ഇതിന്റെ തുടക്കം തന്നെ സത്യനിഷേധികൾക്കുള്ള ഒരു താക്കീതായിട്ടാണല്ലേ, അല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹി അദല്ല അഅമാലഹും. അതുപോലെ ഈ 8ാമത്തെ ആയത്തിനും സത്യനിഷേധികൾക്കുള്ള ഒരു താക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നത്. വല്ലദീന കഫറു, വിശ്വസിച്ചവരാകട്ടെ, ഫതഅസല്ലഹും, അവർക്ക് നാശാണുള്ളത്. ഈ ദുനിയാവിലും ഈ ലോകത്ത് നിന്ദ്യതയാണ്, പരലോകത്ത് അള്ളാഹുവിന്റെ കഠിനമായ നരകശിക്ഷ അവർക്കുണ്ട്. അതല്ല അമാലഹും, അവരിനി എന്ത് നല്ല പ്രവർത്തനങ്ങൾ ചെയ്താലും അതൊക്കെ പാഴായിപ്പോയി അല്ലെ. അവരുടെ ജീവിതം മുഴുവൻ എന്താണ് ചാരിറ്റിക്ക് വേണ്ടി അവർ മാറ്റിവെച്ചാലും, ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ അവർക്ക് എന്തെങ്കിലും സൗഭാഗ്യങ്ങൾ കൊടുത്താലും, പക്ഷെ അമാലഹും ഒരാഖിറത്തിൽ അവരുടെ ആ പ്രവർത്തനങ്ങളൊക്കെ പാഴാകുന്നതാണ്, നിഷ്ഫലമായി പോകുന്നതാണ്. അപ്പോൾ ഈ ഒരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 8ാമത്തെ ആയത്തിൽ സത്യനിഷേധികൾക്ക് നൽകുന്ന ഒരു താക്കീതാണ്. ഇതിനില്ല നമുക്ക് അടുത്ത ആയത്തിലേക്ക് കിടക്കാം. ഇത് ക്ലിയർ അല്ലേ? തഇസ യതഅസു തഅസൻ, ആരും അനക്കില്ലല്ലോ ചാറ്റ് ബോക്സില്. തഇസ ഇറങ്ങിപ്പോയാ? യതഅസു തഅസൻ. ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പ്രയാസമാണെന്നുണ്ടെങ്കിൽ ഞാനിത് എന്തായാലും നോട്ട് തരുന്ന കൂട്ടത്തില് ഞാനത് തരാം. 9ാമത്തെ ആയത്ത് കുറച്ച് ഗൗരവമുള്ള ആയത്താണ്. ഇതിലെന്താണ് അള്ളാഹു പറയുന്നത് നമുക്കൊന്ന് നോക്കാം. أعوذ بالله من الشيطان الرجيم. ذلك بأنهم كرهوا ما أنزل الله فأحبط أعمالهم. ذلك بأنهم كرهوا ما أنزل الله فأحبط أعمالهم. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ അധികവും ഗൗരവത്തിൽ എടുക്കേണ്ട ആയത്താണ് കേട്ടോ. ദാലിക, അതെന്തുകൊണ്ടെന്നാൽ, അതായത് മുന്നത്തെ ആയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, അവർക്ക് നാശാണ്. അതല്ല അമാലഹും, അവരുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷ്ഫലമാക്കി കളയുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ നിഷ്ഫലമാകുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് നാശം സംഭവിക്കുന്നത്? ഒരു സ്വഭാവം അവരിൽ ഉള്ളത് കൊണ്ടാണ്. അതാണ് 9ാമത്തെ ആയത്തിൽ അള്ളാഹു പറയണത് കേട്ടോ അല്ലെ. മുന്നത്തെ ആയത്തിന്റെ അങ്ങനെ അവർക്ക് സംഭവിക്കാനുള്ള ഒരു റീസൺ അല്ലെ, നമ്മള് അതിന് മുന്നേ ഒരു റീസൺ ഒക്കെ പഠിച്ചിരുന്നു അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ അവർക്ക് നാശം സംഭവിക്കുവാനും അവരുടെ അമലുകൾ പാഴാകാനുള്ള മറ്റൊരു കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അതാണ് അടുത്ത ആയത്തിൽ പറയണത്. ദാലിക്, അതെന്തുകൊണ്ടെന്നാൽ വെച്ചാൽ അതിന്റെ റീസൺ എന്താണ്? ബി അന്നഹും കരിഹു, അവർ വെറുത്തു എന്നതുകൊണ്ടാണ്. കരിഹ യക്റഹു കറാഹത്തൻ, കരിഹ യക്റഹു കറാഹത്തൻ, കരിഹ എന്ന് വെച്ചാൽ വെറുക്കുക. എന്താണ് അവര് വെറുത്തത്? മാ അൻസലല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതിനെ അവര് വെറുത്തു. അഊദു ബില്ലാഹ്. ഫഅഹ്ബത,
അഹ്ബത യുഹ്ബിതു ഇഹ്ബാത്തൻ. അതിനാൽ അവൻ നിഷ്ഫലാക്കി കളഞ്ഞു. അഹ്ബത യുഹ്ബിതു ഇഹ്ബാത്തൻ. അതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതെ അവൻ എന്ത് ചെയ്തു? നിഷ്ഫലമാക്കി അഅമാലഹും, അവരുടെ പ്രവർത്തനങ്ങളെ. അമലുൻ ജംആണ് അഅമാലഹും. അമലുൻ ജംആണ് അഅമാല്. ഓക്കെ, അപ്പൊ ദാലിക അതിന്റെ റീസൺ ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നേ പറഞ്ഞതിന്റെ അവർക്ക് ആ ഒരു അവസ്ഥ വരാനുള്ള മറ്റൊരു റീസൺ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ദാലിക് അതിന്റെ കാരണം ബി അന്നഹും കരിഹു, അവർ വെറുത്തു. അല്ലെ, മാ അൻസല അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതിനെ അവർ വെറുത്തു. ഫഅഹ്ബത, അതുകൊണ്ട് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? നിഷ്ഫലമാക്കി, അത് നശിപ്പിച്ചു കളഞ്ഞു, പാഴാക്കി. അഅമാലഹും, അവരുടെ പ്രവർത്തികളെ. ക്ലിയർ അല്ലേ? നമുക്ക് തഫ്സീറിലേക്ക് കടക്കാം. ക്ലിയർ ആണെങ്കിൽ പറയണേ. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റിൽ ചോദിച്ചോളി കേട്ടോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിലേക്ക് കടക്കാം. പരിശുദ്ധ ഖുർആനിലെ ഗൗരവമുള്ള ആയത്താണ് ഈ ആയത്ത്. പരിശുദ്ധ ഖുർആനിലെ ഗൗരവമുള്ള ആയത്താണ് ഈ ആയത്ത്. അതായത് ഇസ്ലാമിൽ നിന്നും പുറത്തു പോകാനുള്ള കാരണമാണ് ഈ ആയത്തിന്റെ ആശയം. ഇസ്ലാമിൽ നിന്നും ഒരു മുസ്ലിം പുറത്തു പോകാനുള്ള കാരണമാണ് ഈ ആയത്തിന്റെ ആശയം. അപ്പൊ അതുകൊണ്ട് നമുക്കത് ശ്രദ്ധിച്ചു കേൾക്കാം ഇൻഷാ അല്ലാഹ്. എന്താണ്? അള്ളാഹു അവതരിപ്പിച്ചതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കുക. അള്ളാഹു, അതിനുള്ള റീസൺ എന്താണ്? അള്ളാഹു അവതരിപ്പിച്ചതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അത് മൊത്തം ഇസ്ലാമിനോട് വെറുപ്പ് വേണമെന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഒരു നിയമത്തോട് വെറുപ്പ് കാണിക്കലാണ്. അത് ഏതൊരു നിയമമാണെങ്കിലും വെറുപ്പ് കാണിച്ചാലും ഇസ്ലാമിൽ നിന്നും പുറത്തു പോകും. കുറച്ച് എക്സാമ്പിൾസ് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഒരാൾ പറയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നമസ്കാരം നിശ്ചയിച്ചത് ശരിയായില്ല. ഇത് മനുഷ്യന്മാർക്ക് നല്ല ഇടങ്ങേറുണ്ടാണ്ട് ഒരു 5 ടൈംസ് നമ്മളെ ജോലി കാര്യങ്ങളൊക്കെ അവനത് ചെയ്യണുണ്ട്. പക്ഷെ അവനത് വെറുത്തുകൊണ്ടാണ് ചെയ്യണത്. അവൻ നമസ്കരിക്കുന്നില്ലെങ്കിൽ പോലും അവൻ എന്ത് ചെയ്തു? അവൻ ഇസ്ലാം എന്ന് നിസ്കരിക്കണുണ്ടെങ്കിൽ പോലും ശരിക്കും എന്ത് ചെയ്തു? ഇസ്ലാം എന്ന് പുറത്ത്. ഒരാൾ നോമ്പ് എടുക്കണുണ്ട് അല്ലെ, അപ്പൊ ഓന് നോമ്പ് ഇടങ്ങേറായിട്ടാണ് എടുക്കണത്. ഇതെന്താണ് ഇസ്ലാമിൽ ഈ ഫാസ്റ്റിങ് മനുഷ്യന്മാരെ ഇങ്ങനെ ഇടങ്ങേറാക്കാൻ വേണ്ടി എന്ത് ഇതെന്താണ് ഇത് എന്നുള്ള ഒരു വെറുപ്പുണ്ടല്ലോ. അങ്ങനെയാണ് ഒരാൾ നോമ്പെടുക്കണെങ്കിലോ അവനും ഇതേ ഹുക്കും തന്നെയാണ്. അതുപോലെ ഇസ്ലാമിൽ ഒരു നിയമം, അപ്പൊ അവൻ വിചാരിക്കാണ് ഇത് കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടില്ല, ഇത് കാരണം ഞങ്ങൾ എല്ലാവരും വെറുക്കുന്നു, വല്ലാത്തൊരു നിയമം, ഇത് ഇസ്ലാമിൽ ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നൊരാൾക്ക് തോന്നിയാൽ അത് അയാളുടെ ഈമാനിനെ നശിപ്പിക്കുന്ന കാരണമാണ്. അത് അയാളുടെ ഈമാനിനെ നശിപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റുക്നുകളിൽ ഒന്നാണ് അള്ളാഹുവിന്റെ നിയമങ്ങളോടുള്ള ഇഷ്ടം. നമ്മൾ മനസ്സിലാക്കുക, ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റുക്നുകളിൽ ഒന്നാണ് അള്ളാഹുവിന്റെ നിയമങ്ങളോട് ഇഷ്ടം. അല്ലെ, നമ്മൾ പറയും അള്ളാഹുവിൽ വിശ്വസിക്കുക, അൽ ഈമാനു ബില്ലാഹ്, അല്ലെ, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയും. അല്ലെ, അത് ഈമാനിൽ ഒന്നാമത്തെ റുക്നാണ്. അപ്പോ അള്ളാഹുവില് വിശ്വസിക്കുന്ന ഒരാൾ എന്ത് ചെയ്യും? അള്ളാഹുവിനെ സ്നേഹിക്കണം. മഹബത്തോടു കൂടിയല്ലാതെ ഒരാളുടെ ഇബാദത്തുകൾ, അതായത് മഹബ മീൻസ് ഇഷ്ടം, ഇഷ്ടത്തോടു കൂടിയല്ലാത്ത ഇബാദത്തുകൾ സ്വീകരിക്കുകയില്ല. ഇഷ്ടത്തോടു കൂടിയിട്ടാണ് അത് സ്വീകരിക്കണം. അപ്പൊ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിന്റെ ഭാഗമാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഏതൊരു നിയമവും അവൻ ഇഷ്ടപ്പെടും. കാരണം അവൻ അവന്റെ യുക്തി വെച്ചിട്ട് ചിന്തിക്കൂല. അവന്റെ യുക്തി വെച്ചിട്ടല്ല, കാലഘട്ടം വെച്ചിട്ടോ ആൾക്കാരെ നോക്കിയിട്ടല്ല. ഇതെന്റെ റബ്ബിനോട് എനിക്ക് ഇഷ്ടമാണ്, റബ്ബ് എന്ത് അവതരിപ്പിച്ച. അങ്ങനെയായിരുന്നു അള്ളാഹിന്റെ റസൂലും സഹാബാക്കളും. അപ്പോ വെറുപ്പോട് കൂടി എന്ത് ചെയ്യൂല, വെറുപ്പോട് കൂടിയല്ല നമ്മൾ ഇബാദത്തുകൾ ചെയ്യേണ്ടത്. അപ്പൊ വിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ഖുർആനിൽ പറഞ്ഞത്? വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വിശ്വാസികൾക്ക് അള്ളാഹുവിനോട് അതികഠിനമായ സ്നേഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഇസ്മു തഫ്ലീലൊക്കെയാണ് പറഞ്ഞത് അല്ലെ. അത് കഠിനമായ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വിശ്വാസികൾക്ക് എന്താണ്? അള്ളാഹുവിനോട് അതികഠിനമായ സ്നേഹമാണ്. അപ്പൊ ആ സ്നേഹത്തിന്റെ ഭാഗമാണ് അല്ലെ, അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹത്തിന്റെ ഭാഗമാണ് അള്ളാഹു എന്തൊക്കെ നിയമങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടോ അതിനെയൊക്കെ സ്നേഹിക്കുക എന്നുള്ളത്. ഒരാൾ പറയാണ് ഞാൻ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ, ഞാൻ എന്റെ റബ്ബിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്.
എന്നിട്ട് എന്ത് ചെയ്യാണ് അള്ളാഹു അവതരിപ്പിച്ച ഓരോ എല്ലാം ഇല്ല, ഏതെങ്കിലും ഒരെണ്ണം മതി, അതിനോട് അവൻ വെറുപ്പ് പ്രകടിപ്പിച്ചു. ഉം അതൊരിക്കലും നമുക്ക് യോജിച്ചു പോകാൻ കഴിയില്ല. അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യും, അള്ളാഹു അവതരിപ്പിച്ചത് എന്താണെങ്കിലും അല്ലെ, അവന് ഇഷ്ടമുള്ളതാ, അവന് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണെങ്കിലും കഴിയാത്തതാണെങ്കിലും ഏതാണെങ്കിലും അവൻ എന്ത് ചെയ്യും, അതിനെ ഇഷ്ടപ്പെടുമെന്നത്. അപ്പൊ അള്ളാഹുവിനോട് കഠിനമായ സ്നേഹമുണ്ടോ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും, അവന്റെ നിയമങ്ങളെയും സ്നേഹിക്കണം. അങ്ങനെയുള്ള ഇബാദത്തുകളാണ് അള്ളാഹു സ്വീകരിക്കുക. അല്ലെ, അപ്പൊ ഇബാദത്തിന് പ്രധാനമായിട്ട് 3 റുക്കിനാണ് ഉള്ളത്. എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇബാദത്ത് മീൻസ് ആരാധന. ആരാധനക്ക് പ്രധാനമായിട്ടും 3 റുക്കിനുകളാണ് ഉള്ളത്. ഒന്നാമത്തത് റജാ, അല്ലെ, നമ്മളിപ്പോ നമസ്കരിക്കുന്നു, നോമ്പുടിക്കണു, അല്ലെ, എന്താണെങ്കിലും ആരാധനയുടെ റുക്കിനുകൾ പ്രധാനമായിട്ടുള്ളത് 3ആണ്. ഒന്ന് റജാ, പ്രതീക്ഷ. രണ്ടാമത്തത് റഹ്ബത്ത്, അല്ലെ, റഹ്ബത്ത്, പേടി. റഹ്ബത്ത്, പേടി, അല്ലെ. ആദ്യം നമ്മളൊരു അമൽ ചെയ്യുമ്പോൾ അള്ളാഹുവേ എന്റെ അമല് അള്ളാഹു സ്വീകരിക്കുമായിരിക്കും, അള്ളാഹു റഹ്മാൻ അല്ലേ, റഹീം അല്ലേ, എന്നാല് അവന് അത് വെച്ചിട്ട് അങ്ങ് സാറ്റിസ്ഫൈഡ് ആവുക ഇല്ല. അവനൊരു റഹ്ബത്ത് ഉണ്ടാവും, ഒരു പേടി ഉണ്ടാവും. അള്ളാഹ് ഞാൻ കുറെ തെറ്റ് ചെയ്തു, ഇത് സ്വീകരിക്കായിരിക്കോ, അങ്ങനെ ഒരു ഭയം, അല്ലെ. മൂന്നാമത്തതോ മഹബ്ബ, ഇഷ്ടം. ആ മത നിയമത്തോടുള്ള ഇഷ്ടം. നമ്മൾ നിസ്കരിക്കുന്നു, 5 വഖത്ത് നിസ്കരിക്കുന്നു, എന്താ പറയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല, നിസ്കരിക്കാൻ നിൽക്കുന്നത് തന്നെ മടിയന്മാരായിട്ടാണ്, അല്ലെ. യുറാഊന നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അള്ളാഹുവിനെ കുറച്ചല്ലാതെ അവർ ഓർക്കണില്ല. അപ്പോ നമ്മൾ ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇസ്ലാമിലെ ഏത് റൂൾസ് നമ്മൾ അനുസരിക്കുമ്പോഴും അതിനോട് നമുക്കൊരു മഹബ്ബത്ത് ഉണ്ടാവണം. സുബ്ഹാനല്ലാഹ്, നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. നമ്മൾ പർദ്ദ ധരിക്കുന്നു, നിഖാബ് ധരിക്കുന്നു, അല്ലെ. അപ്പൊ അതിനൊക്കെ നമുക്ക് എന്തുണ്ടാവണം, ഒരു ഇഷ്ടമില്ലാതെ ചെയ്യല. ഇത് എന്താണ്, ഇബാദത്തിന്റെ റുക്കിനാണ്. ഇഷ്ടത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു സ്ത്രീ പർദ്ദ ധരിക്കുന്നു അല്ലെങ്കിൽ ഹിജാബ് ധരിക്കുന്നു, ആ സ്ത്രീ അത് ധരിക്കണത് വെറുപ്പോട് കൂടിയാണെങ്കിൽ, വെറുപ്പോട് കൂടിയാണ്. അപ്പൊ ആ സ്ത്രീ വിചാരിക്കണം, ഇത് വല്ലാത്തൊരു ഇടങ്ങേറ് തന്നെ, എന്റെ സൗന്ദര്യം അല്ലെ, എന്റെ കൂടെ ഉള്ളവർ അല്ലെങ്കിൽ എന്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ നല്ല അവരെ സൗന്ദര്യം പ്രകടിപ്പിച്ചടക്കുന്നു, പക്ഷെ ദീനി മാത്രം എന്താണ് ഇങ്ങനെ, അല്ലെ, ഇത് വല്ലാത്തൊരു ഇടങ്ങേറാണല്ലോ ഈ ഒരു റൂള് എന്നൊക്കെ പറഞ്ഞ് മതം പഠിപ്പിച്ചതിനെ നമ്മൾ വെറുക്കണം. അപ്പൊ ഇങ്ങനെ ഒരു സ്ത്രീ ചിന്തിക്കുകയാണെങ്കിൽ അവള് ബാക്കി ഇസ്ലാമിലെ എല്ലാ കർമ്മങ്ങളും ചെയ്യേണ്ടത്, നമസ്കരിക്കുന്നുണ്ട്, നോമ്പുപിടിക്കുന്നുണ്ട്, ഹജ്ജ് പിടിക്കുന്നുണ്ട്, എന്താണ് നമുക്ക് പണ്ഡിതന്മാർ പറഞ്ഞത്, ഈ നിയമത്തോട് കാണിക്കുന്ന വെറുപ്പ് അവളെ ഇസ്ലാമിൽ നിന്ന് പുറത്തു കൊണ്ടുപോകും. അവളുടെ അമലുകളെ ബാത്തിലാക്കും. അല്ലാഹു കാക്കട്ടെ. അപ്പോ നമുക്കറിയില്ല അല്ലെ, സ്വാഭാവികമായിട്ട് മനുഷ്യന്മാരാണ്, പക്ഷേ റഹ്ബത്ത് തന്നെയാണ് കേട്ടോ, ബാറക്കല്ലാഹ്. അപ്പോ സ്വാഭാവികമായിട്ട് ഞാനത് ബീത്തിനില്ല ഇൻഷാല്ലാഹ് നോട്ടിൽ തരാം കേട്ടോ. അപ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഒരിക്കലും അല്ലെ, നമ്മൾ എങ്ങാനും മനുഷ്യന്മാരാണ്, നമ്മളെടുത്ത് അങ്ങനെ ഒരു ചിന്ത വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചെയ്യണം, ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യണം, അല്ലെ. ഇസ്ലാമിലെ ഏത് റൂൾസുകളാണെങ്കിലും ഏത് മതചിഹ്നങ്ങളാണെങ്കിലും അല്ലെ, നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ അല്ലെ നമ്മൾ വഖഫുൽ ഇസ്ലാമിന് എതിരാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കട്ടെ. അപ്പൊ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ദാലിക ബിഅന്നഹും കരിഹു മാ അൻസലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതിന് എന്ത് ചെയ്തു, അവര് വെറുത്തു. അങ്ങനെയാണെങ്കിൽ ഫഅഹ്ബത അഅമാലഹും, അവരുടെ അമലുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു നിഷ്ഫലമാക്കും. അപ്പൊ എന്റെയും നിങ്ങളുടെയും അമലുകൾ ബാത്തിലാകാതിരിക്കാൻ, നമ്മൾ ദീനിന്ന് പുറത്തു പോകാതിരിക്കാൻ, ഇസ്ലാമിന്റെ മതചിഹ്നങ്ങളോട് നമുക്ക് വെറുപ്പുണ്ടാകാതിരിക്കുക. അത് അങ്ങനെ എന്തെങ്കിലും നമ്മളെ ഭാഗത്ത് നിന്ന് അറിയാതെങ്കിലും നമ്മൾ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബിനോട് നമ്മളോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ തൗബ ചെയ്യുക. അതോടൊപ്പം ഫസ്റ്റ് രണ്ടിന്റെയും കൂടി മീനിങ് പറയാൻ ചോദിച്ചു കഴിഞ്ഞാല് ഇതിന്റെ റുക്കിനാണോ? ഒന്നാമത്തേത് ഇബാദത്തിന്റെ റുക്കിനല്ലേ ചോദിക്കണത്? ഓക്കെ, റജാ, പ്രതീക്ഷ, അതാണോ ചോദിക്കണത്? റജാ, പ്രതീക്ഷ, റഹ്ബത്ത്, പേടി, മഹബ്ബത്ത്, ഇഷ്ടം, അതായത് ആ മതനിയമത്തോടുള്ള ഇഷ്ടം, നമ്മൾ ചെയ്യുന്ന ഇബാദത്തിനോടുള്ള ഇഷ്ടം. ക്ലിയർ ആയില്ലേ? അപ്പോ ഇൻഷാല്ലാഹ് നമ്മളുടെ അതാണ് പറഞ്ഞത്, ഈ ഒരു ആയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരുപാട് നിസ്കരിക്കണു, നോമ്പുടിക്കണു,
അതോടൊപ്പം ഇതൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇസ്ലാമിൽ ഏതെങ്കിലും അള്ളാഹു പറഞ്ഞ ഒരു റൂള് നമ്മളുടെ യുക്തിക്ക് ചിന്തന പറ്റണില്ല, അല്ലെങ്കിൽ സമൂഹം അതിന്റെ പേരിൽ കളിയാക്കുന്നു, അല്ലെ? നമുക്ക് ഇന്ന് കാലഘട്ടത്തിൽ ഞാൻ അതിലേക്കൊന്നും വലുതായി കടക്കണില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമുക്ക് എന്തുണ്ടാവാൻ പാടില്ല, ആ ഒരു ഇതില് ആ ഒരു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ വേണ്ടി പാടില്ല. ആയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്ത് അള്ളാഹു അവതരിപ്പിച്ച മുഴുവൻ റൂൾസും മത ചിഹ്നങ്ങളെയും ഇഷ്ടപ്പെടുകയും അത് ഇഷ്ടത്തോടു കൂടി നമ്മൾ ചെയ്യുകയും ചെയ്യുക, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ, അല്ലെ, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ആസ്വദിച്ച് ചെയ്യാനും, അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും ഈമാനുള്ളവരിൽ ഉൾപ്പെടുത്താനും പ്രഭു തൗഫീഖ്. നമുക്ക് ഓരോ ആയത്ത് പഠിക്കുമ്പോഴും സുബ്ഹാനല്ലാഹ്, അല്ലെ, ഞാനും ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എത്രത്തോളം സൂക്ഷ്മത പാലിച്ചിട്ടാണ് ജീവിക്കേണ്ടത്, അല്ലെ? അള്ളാഹു നമുക്കൊക്കെ അത് അനുസരിച്ചിട്ട് ജീവിക്കാൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ. അപ്പൊ അങ്ങനെയുള്ള ഏറ്റവും നല്ല സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടണം. അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബറക്കല്ലാഹു ഫീക്കും. ഒറ്റായത്തും കൂടി നമുക്ക് എടുക്കാം. ഇതൊക്കെ ശരിക്കും ആയത്തിന്റെ എണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങള് കുറെ ആയല്ലോ എന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ചെറിയ ചെറിയ ആയാസാണ്. ഒരു ആയത്തുകൂടി എടുക്കാം. أفلم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم دمر الله عليهم وللكافرين أمثالها أفلم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم دمر الله عليهم وللكافرين أمثالها. അല്ലാഹു പറയാണ്, അഫലം യസീറു, അവർ സഞ്ചരിക്കാറില്ലേ? അവർ എന്നത് കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആരായിരിക്കും? സത്യവിശ്വാസികളായിരിക്കോ സത്യനിഷേധികളായിരിക്കോ? ആരാണ്? യല്ലാ ടൈപ്പ് ചെയ്തോളി. ഞാനത് 3 പോയിന്റ്സ് നിങ്ങൾക്ക് അവസാനം ഇട്ടുതരാം കേട്ടോ. ബാറക്കല്ലാഹു ഫീക്. ആരോ ചോദിക്കുന്നുണ്ട് റഹ്മത്ത്. ഓക്കെ, ബാറക്കല്ലാഹ്. സത്യനിഷേധികൾ, അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വ തആല അഫലം യസീറു എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്ന ആരെയാണ്? സത്യനിഷേധികളെയാണ്. അഫലം യസീറു, അവർ സഞ്ചരിക്കാറില്ലേ? അതായത് സത്യനിഷേധികൾ സഞ്ചരിക്കാറില്ലേ? ഫിൽ അർദി, ഭൂമിയിൽ. അഫലം യസീറു, അവർ സഞ്ചരിക്കാറില്ലേ? ഫിൽ അർദി, ഭൂമിയിൽ. ഫയൻദുറു, അപ്പോൾ അവർ എന്ത് ചെയ്യും? നോക്കി കാണും. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു ചോദിക്കാണ് അവർക്ക് നോക്കി കാണുവാൻ വേണ്ടി. എന്തിനാണ് അവർ സഞ്ചരിക്കുന്നില്ല അള്ളാഹു ചോദിക്കണത്? അവർ നോക്കി കാണുവാൻ. അല്ലെങ്കിൽ അവരങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് അള്ളാഹു പറയാണ് അവർക്ക് നോക്കി കാണാം. എന്ത്? കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം. കൈഫ കാന, എങ്ങനെയായിരുന്നു, അതായത് എപ്രകാരമാണെന്ന്. ആഖിബത്തുൽ ലദീന, യാതൊരു കൂട്ടരുടെ പര്യവസാനം. മിൻ ഖബ്ലിഹിം, അതായത് അവർക്ക് മുന്നേയുള്ള സത്യനിഷേധികളുടെ പര്യാവസാനം എങ്ങനെയായി എന്ന് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നോക്കിക്കാണാൻ വേണ്ടി സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാഹു പറയണ ദമ്മറല്ലാഹു അലൈഹിം, അവരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മുന്നുള്ളവരെ അല്ലാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ദമ്മറ, അല്ലാഹു തകർത്തു. ദമ്മറല്ലാഹ്, അതായത് അവരെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു എന്നൊക്കെയാണ് അതിനർത്ഥം. ശിക്ഷ നൽകി നശിപ്പിച്ചു കളഞ്ഞു. ദമ്മറ യുദമ്മിറു തദ്മീറൻ. ദമ്മറല്ലാഹ്, അല്ലാഹു തകർത്തു. അലൈഹിം, അവരോടെ, ആ ഒരു സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളെ മുഴുവൻ അല്ലാഹു തകർത്തിട്ടുണ്ട്. വലിൽ കാഫിരീന അംസാലുഹ, ഈ പറയുന്ന സത്യനിഷേധികൾക്കും, അല്ലെ, മക്കയില് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സത്യനിഷേധികൾ, അല്ലെ, അംസാലുഹ, അവർക്ക് ഉണ്ട് എന്ത്? ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ, ഇതുപോലെയുള്ളത് ഈ അവിശ്വാസികൾക്കുമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോ അഫലം യസീറു, അവർ സഞ്ചരിക്കാറില്ലേ? ഫിൽ അർളി, ഭൂമിയിൽ. ഫയൻദുറു, അപ്പൊ അവർക്ക് നോക്കിക്കാണാം. അവരങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് നോക്കിക്കാണാൻ വേണ്ടി സാധിക്കും. കൈഫ കാന, എങ്ങനെയായെന്ന്. ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുന്നേയുള്ള കൂട്ടരുടെ പര്യാവസാനം. എന്താണ് അവരുടെ പര്യാവസാനം? ദമ്മറല്ലാഹു അലൈഹിം, അല്ലാഹു അവരുടെ സത്യനിഷേധികളെ മുഴുവൻ തകർത്തു. വലിൽ കാഫിരീന അംസാലുഹു, ഈ കാണുന്ന അവിശ്വാസികൾക്കും ഉണ്ട് എന്ത്? ഇതുപോലെയുള്ള ഉദാഹരണം. പിന്നില്ല നമുക്ക് ഇതിന്റെ ചെറിയൊരു തഫ്സീർ പഠിക്കുമ്പോൾ ക്ലിയർ ആവും. ചെറിയൊരു തഫ്സീറാണ്. പിന്നില്ല നമുക്ക് ഇതൊന്ന് അതും കൂടി കഴിഞ്ഞിട്ട് ഇതൊന്ന് അവസാനിപ്പിക്കാം കേട്ടോ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളോട് ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു ആവശ്യപ്പെടുകയാണ്.
ആരോടാണ് അള്ളാഹു ഇത് ആവശ്യപ്പെടുന്നത്? സത്യവിശ്വാസികളോടല്ല, സത്യനിഷേധികളോടാണ്. എന്തിനാണ്? പൂർവ്വകാല ചരിത്രം മനസ്സിലാക്കാൻ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, സമൂദ് ഗോത്രം, ഫിർഔനെ അള്ളാഹു കൊന്നത്, അതുപോലെ തന്നെ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത. അപ്പൊ ഇങ്ങനെയുള്ള പ്രവാചകന്മാരുടെ സമൂഹത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തിട്ടുണ്ട്? നശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് അഹ്കാഫിൽ പഠിച്ചിരുന്നു അല്ലെ, സമുദായത്തെ എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാറ്റിലൂടെ നശിപ്പിച്ചത് എന്ന് നമ്മൾ അഹ്കാഫിൽ പഠിച്ചു. അപ്പോ ഇത് നമ്മൾ ആ സമയത്ത് പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് അള്ളാഹു ഇത് പറയണത് എന്നുള്ളത്. കാരണം അള്ളാഹു ഇവിടെ പറഞ്ഞില്ല, അഫലം യസീറു, നിങ്ങൾ സഞ്ചരിക്കാറില്ല എന്നാണ് ചോദിക്കുന്നത്. മക്കയിലെ മുശ്രിക്കീങ്ങൾ അവര് കച്ചവടത്തിനും മറ്റു ആവശ്യങ്ങൾക്കായിട്ട് എന്താണ് ഷാമിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കൊക്കെ അവർ യാത്ര ചെയ്യായിരുന്നു. ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലെ, മുൻകാല സമൂഹം അല്ലെ, ആദ സമൂഹം, അതുപോലെ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദ സമൂഹം, അതുപോലെ സമൂദ് ഗോത്രം, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത, ഇവരൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളതിന്റെ അവശിഷ്ടങ്ങൾ സുബ്ഹാനല്ലാഹ് ഇന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോ ഇതൊക്കെ അവർക്ക് കാണാൻ വേണ്ടി അവർക്ക് കഴിയുമായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർക്ക് ഗുണപാഠമാകുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അഭിസംബോധന ചെയ്ത് ചോദിക്കാണ്. അഫലം യസീറു ഫിൽ അർദ്, അല്ലെ, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ? ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട്? നിങ്ങൾക്ക് നോക്കിക്കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് മുന്നുള്ള ആൾക്കാരുടെ പര്യവസാനം എന്ന് നിങ്ങൾക്ക് നോക്കിക്കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണ്. എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ള പറഞ്ഞു അല്ലെ, ദമ്മറല്ലാഹു അലൈഹിം, അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചു കളഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില ആൾക്കാർ അല്ലെ, നമ്മളിവിടെയൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ പ്രചരിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ ആയത്തിനെ ടൂറ് പോകാനുള്ള ഒരു ആയത്തായിട്ട്, അതിനുള്ള ഒരു പ്രേരണയായിട്ട് പറയണതായിട്ട് കാണാം. അതായത് എന്താണ്, ഇത്തരം ആയത്തുകൾ ഉദ്ദേശിച്ചിട്ട് അത് തെളിവായിട്ട് പറയണ എന്താണ്, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ട കുറെ സ്ഥലത്ത് ഇത് ഈ ഒരു ആയത്തിന്റെ പ്രത്യേകത അള്ളാഹു കുറെ സ്ഥലത്ത് പറയുന്നുണ്ട്. അഫലം യസീറു ഫിൽ അർളി ഫയൻദുറു കൈഫ കാന ആഖിബത്തു കാന അക്സറുഹും മുശ്രിക്കീൻ, അതുപോലെ നമ്മളിപ്പോ പറഞ്ഞ ദമ്മറല്ലാഹു അലൈഹി, ഒരു 2-3-4 സ്ഥലത്ത് അള്ളാഹ് പറയുന്നുണ്ട്. അപ്പൊ ഓര് ഉദ്ധരിക്കണ എന്തറിയോ, ഇതൊരു ടൂർ പോകാൻ അള്ളാഹു പ്രേരിപ്പിക്കണ വിനോദത്തിന് ഉള്ള ആയത്താണ്. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഇതൊരു വിനോദത്തിനോ അടിച്ചു പൊളിക്കാനോ അങ്ങനെയുള്ള യാത്രക്കായിട്ട് നമ്മൾ ഇതിനെ തെളിവ് ഉദ്ധരിക്കാൻ കഴിയില്ല. ഒരിക്കലും ഖുർആനെ നമ്മളെ അസ്ഥാനത്ത് നിന്ന് ഉദ്ധരിക്കാൻ കഴിയൂല. നമുക്ക് ഇഷ്ടമുള്ള തെളിവൊന്നും അതിന് കൊടുക്കാൻ കഴിയില്ല. അപ്പോ ഇത് ശരിക്കും നമ്മൾ പറഞ്ഞു അല്ലെ, ഇവിടെ എന്താ അല്ലാഹു മെസീറു, അവർ സഞ്ചരിക്കാറില്ലേ അല്ലെ, അത് ആരെ വിളിച്ചിട്ടാണല്ലോ പറയണത്? സത്യവിശ്വാസികളെ അല്ല, നിഷേധികളെ വിളിച്ചിട്ടാണ് പറയണത്. അപ്പൊ സത്യനിഷേധികൾ ഇങ്ങനെ സഞ്ചരിച്ചിട്ട് അവർക്ക് പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കണം. അപ്പൊ സത്യവിശ്വാസികൾക്ക് എന്തില്ല, ഇങ്ങനെ സഞ്ചരിക്കേണ്ട ആവശ്യമില്ല അല്ലെ. അവര് ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയും സമൂദ് ഗോത്രവും ഒന്ന് നശിച്ചത് കണ്ടല്ല വിശ്വാസികൾ വിശ്വസിക്കുന്നത്. നമുക്കതിൽ തെളിവിന്റെ ആവശ്യമില്ല. നമ്മൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവരാണ്. അള്ളാഹിന്റെ റസൂലിന്റെ ചരിത്രം മനസ്സിലാക്കിയാൽ നമുക്കറിയാം അല്ലെ, സഹാബത്തും എന്താണ് അള്ളാഹിന്റെ റസൂലൊക്കെ അതുവഴി കടന്നു പോയിട്ടുണ്ട്. അവരൊരിക്കലും ഈ ഒരു ചിന്തയോട് കൂടി എന്ത് ചെയ്തിട്ടില്ല, അവരങ്ങോട്ടേക്ക് നോക്കിയിട്ട് പോലുമില്ല. ശരിക്കും വിശ്വാസികൾക്ക് ഇത് ബാധകമല്ല. വിശ്വാസികൾ ഇങ്ങനെ സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് സഞ്ചരിച്ചില്ലെങ്കിലും അള്ളാഹുവും അവന്റെ റസൂലും പറയുന്നത് തന്നെയാണ് എന്താണ്, അത് വെച്ച് തന്നെ വിശ്വാസികൾ വിശ്വസിക്കും എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉദ്ധരിക്കുന്നത് ആർക്കാണ്? അവിശ്വാസികൾക്കാണ്. ഒരിക്കലും പ്രസ്ഥാനത്ത് നിന്ന് ഖുർആനിന് തെളിവ് പറയാൻ പാടില്ല എന്ന് കൂടി ഈ ഒരു വലിയ ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ഭയങ്കര വ്യാപകമായിട്ട് ഇപ്പോ എന്താണ് വിനോദയാത്രക്ക് അള്ളാഹ് കണ്ടില്ലേ, അഫലം യസീറു അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് പറയുന്നിടത്തൊക്കെ ചില സ്ഥലത്ത് അള്ളാഹ് പറയുന്നുണ്ട് കാന അക്സറുഹും മുശ്രിക്കീൻ, അവരിൽ അധിക ആൾക്കാരും അവരെന്തായിരുന്നു? മുശ്രിക്കീങ്ങളാണ്. അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു അവസ്ഥ വരാൻ കാരണം. ഓക്കെ, അപ്പോ അള്ളാഹു ഈ ഒരു ആയത്ത് സത്യനിഷേധികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവര് ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്, മറ്റു കച്ചവട ആവശ്യങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അവർ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരിങ്ങനെ സഞ്ചരിച്ചിട്ട് അവർ കാണുന്നുണ്ട് ഈ അവശിഷ്ടങ്ങളും കാര്യങ്ങളും അള്ളാഹു നശിപ്പിച്ചതൊക്കെ. എന്നിട്ടും അവർ ഈ ചരിത്രത്തിൽ നിന്നും ഗുണപാഠം ഉൾക്കൊള്ളുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കാണ്. അള്ളാഹു അവസാനം പറയാണ്, ദമ്മറല്ലാഹു അലൈഹിം വലിൽ കാഫിരീന അംസാലുഹ, വലിൽ കാഫിരീന അംസാലുഹ, അവിശ്വാസികൾക്കും ഇതുപോലെയുള്ളതുണ്ട്. മാത്തോബരി പറയുന്നുണ്ട്, അതായത് ഈ ഭാഗത്ത് ഇതൊക്കെ കണ്ടിട്ടും ഇതിൽ നിന്നും
ഗുണപാഠം ഉൾക്കൊള്ളാത്തവർക്ക് മുൻകാല ജനതകൾക്ക് സംഭവിച്ച പോലുള്ള നാശം ആർക്കും സംഭവിക്കും? ആ നാശവും ശിക്ഷയും ഇവർക്ക് ഈ സത്യനിഷേധികൾക്കും ബാധകാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഈ ലോകത്ത് വെച്ച് റബ്ബ് ശിക്ഷിക്കും, പരലോകത്ത് കഠിനമായ നരകശിക്ഷ റബ്ബിന്റെ അടുത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും. അന്നത്തെ മക്കയിലെ മുശ്രിക്കീകളെ അഭിസംബോധന ചെയ്തിട്ട് അല്ലെ, അവർ ഈ ഒരു ഷാം പ്രദേശത്ത് കൂടി കടന്നു പോകുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഇന്ന കച്ചവടത്തിന് പോകുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അവരെന്ത് ചെയ്യണില്ല? ഇതൊക്കെ കണ്ടിട്ടും അവരതിൽ നിന്നും ഗുണപാഠം ഉൾക്കൊള്ളുന്നില്ല അല്ലെ. അപ്പൊ അല്ലാഹു പറയാണ്, ഇതേ അവിശ്വാസികൾക്കും എന്തുണ്ടാവും? റബ്ബിന്റെ അടുത്ത് നിന്നുള്ള ഇതുപോലുള്ള ശിക്ഷ അവർക്കും ഉണ്ടാകും. അത് ഒന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു, ഈ ദുനിയാവിൽ റബ്ബ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കും, പക്ഷെ പരലോകത്ത് അള്ളാഹു അവൻ വെച്ചിരിക്കുന്ന കഠിനമായ നരകശിക്ഷ എന്തെയും ഇവരെ ബാധിക്കുകയും ചെയ്യും. അപ്പോ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരുപാട് ആശയങ്ങൾ കിട്ടി. ഒരൊറ്റൊരായത്തും കൂടി എടുക്കണം എന്നുണ്ടായിരുന്നു. ഇതിൽ നമ്മളെ ടൈം എൻഡ് ആയിരിക്കുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പഠിച്ച അല്ലെ, നമ്മൾ പഠിച്ച പ്രത്യേകിച്ച് തൻസുറുള്ള എന്നുള്ള ആയത്തും ദാലിക ബിഅന്നഹും കരിഹു അല്ലെ, അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളോട് നമ്മൾ വെറുപ്പ് കാണിക്കുക അല്ലെ, അത് നമ്മൾ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്നതും നമ്മളുടെ അമലുകളെ പാഴാക്കുന്നതുമാണ്. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ട വിഷയമാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതിൽ നിന്നും നമ്മൾ പാഠം ഉൾക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും നമ്മളെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ തൗബ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ്? റഹ്മാനാണ്. അള്ളാഹു തീർച്ചയായിട്ടും നമുക്ക് പുറത്തു തരും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മളെ ഏറ്റവും നല്ല രൂപത്തിൽ അല്ലെ, നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ അമലാക്കുക. റബ്ബ് അത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പഠിച്ചതുപോലെ വയുദ്ഖിലുഹുമുൽ ജന്നത അറഫഹാ ലഹും അല്ലെ, നമ്മളൊരു അപരിചിതത്വം ഇല്ലാതെ റബ്ബിന്റെ സ്വർഗത്തിൽ നമ്മൾ കടക്കും. നമുക്ക് നിശ്ചയിച്ച വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ഏത് കൂരിരുട്ടിലും നമ്മളുടെ വീട്ടിലേക്ക് പോകുന്നത് പോലെ നമ്മൾ അത്രയും ഇതോടുകൂടി നമ്മൾ ആ സ്വർഗ്ഗലോകത്ത് പ്രവേശിപ്പിക്കും. അതോടൊപ്പം നമ്മൾ പറഞ്ഞ പോലെ അള്ളാഹുവിനെ നമ്മൾ സഹായിച്ചാൽ അള്ളാഹു നമ്മളെ സഹായിക്കും. മഹ്ശറിലും സിറാത്തിലും മീസാന്റെ ത്രാസ് തൂക്കുമ്പോഴും ഖിയാമത്താളിലൊന്നും നമുക്ക് പതറേണ്ട ആവശ്യം വരൂല. അള്ളാഹു നമ്മുടെ സഹായിയാവും. ഈ രൂപത്തിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ മഹാനായ റഹ്മാൻ നാസിർ സഅദി പറഞ്ഞതുപോലെ നമ്മളുടെ നിയ്യത്ത് എന്തായിരിക്കണം? അള്ളാഹുവിന്റെ തൃപ്തിയായിരിക്കണം. അങ്ങനെ ആ നിയ്യത്തോടു കൂടി ചെയ്താൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ആ ഒരു സഹായവും നമുക്ക് ഉണ്ടാകും. അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അത്തരക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരോ റഹ്ബത്ത് ചോദിച്ചിരുന്നു, ഞാനൊന്ന് ചാറ്റിൽ ഇട്ടുതരാം. അങ്ങനെയാണ് റഹ്ബത്ത് എഴുതുന്നത്. ആരോ ത്വാ ചോദിച്ചു കണ്ടിരുന്നു.